ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ 10th പ്രിലിംസ് VFA പോലെയുള്ള പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡിയും ടൈമാണ് നമുക്കുള്ളത്, അല്ലേ? നമുക്ക് നന്നായി പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാച്ചൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്കൊക്കെ തീർത്ത് നമ്മൾ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി ഇതിനകത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അടുത്ത ഭാഗം എന്ന് പറയുന്നത് മുൻകാലങ്ങളിലെ ചോദ്യങ്ങൾ ഏത് വിധത്തിൽ വന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു 2 hours, ഹിസ്റ്ററിയുടെ ഈ ഒരു 2 hours നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എൻഗേജ് ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് ഈ ഒരു സെഷനിൽ നിന്ന് മാക്സിമം ഞാൻ തരാൻ നോക്കും. കംപ്ലീറ്റ് നമുക്ക് മുൻകാലങ്ങളിൽ വന്നുള്ള ചോദ്യങ്ങളുടെ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ടോട്ടൽ ഒരു റിവിഷൻ എന്ന നിലയിൽ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 2021 മുതൽ ഈ കഴിഞ്ഞ 2025 വരെയുള്ള മിക്ക ചോദ്യപേപ്പറുകളും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ആദ്യത്തെ 2021 സമയങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ആദ്യമൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ടഫൊക്കെ കുറവാണ്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാർഡനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഝാൻസി റാണി വീരമൃത്യു അടഞ്ഞ വർഷമേത് എന്നതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ചോദിച്ചിരിക്കുന്നത് 1857 കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, അല്ലേ? 1857 കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 1857 കലാപത്തിൽ ഝാൻസിയിൽ കലാപം നയിച്ച നമ്മുടെ ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിഭായ് മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഝാൻസി റാണി വീരമൃത്യു അടയുന്നത് ഗ്വാളിയോറിൽ വെച്ചിട്ടായിരുന്നു വീരമൃത്യു അടഞ്ഞത്. വീരമൃത്യു അടഞ്ഞ വർഷം എന്ന് പറയുന്നത് 1858 1858 നമ്മുടെ ഝാൻസി റാണി വീരമൃത്യു അടയുന്നത്. 1858 ഝാൻസി റാണി വീരമൃത്യു അടഞ്ഞു. അപ്പോൾ 1857 കലാപവുമായി ബന്ധപ്പെട്ട് ഝാൻസിയിലെ കലാപത്തിലാണ് ഈ പറയുന്ന ഝാൻസി റാണിയെ നമ്മൾ കാണുന്നത്, അല്ലേ? ഝാൻസിയിലെ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഝാൻസി റാണിയെ നമ്മൾ കാണുന്നത്. അപ്പൊ ഝാൻസിയിൽ എന്തിനാണ് കലാപം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്ത് ചെയ്തു? ഝാൻസി പിടിച്ചടക്കാൻ ശ്രമിച്ചതായിരുന്നു ഈ ഝാൻസിയിലെ കലാപത്തിനുണ്ടായ കാരണം. അതായത് ഝാൻസിയുടെ ഭരണാധികാരിയായിരുന്ന റാണി ലക്ഷ്മിഭായി ആണ് ഈ പറയുന്ന ഝാൻസിയിലെ കലാപത്തിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ ഝാൻസിയിലെ യഥാർത്ഥ ഭരണാധികാരിയായിരുന്ന ഗംഗാധര റാവുവിൻ്റെ ഭാര്യയായിരുന്നു ആര്? നമ്മുടെ റാണി ലക്ഷ്മിഭായ് അല്ലെങ്കിൽ നമ്മുടെ ഝാൻസി റാണി എന്ന് പറയുന്നത്, അല്ലെ? റാണി ലക്ഷ്മിഭായ്. അപ്പോൾ ഇവർക്കൊരു ദത്തുപുത്രൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ ദത്തുപുത്രനായിരുന്നു ദാമോദർ റാവു. അപ്പോൾ ഈ ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം അവരുടെ ദത്തുമകനായ ദാമോദർ റാവുവിനെ അധികാരത്തിൽ കൊണ്ടുവരാനിരിക്കവേ ബ്രിട്ടീഷുകാർ ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ പറയുന്നത്. ഇനി ഝാൻസി റാണിയിൽ നിന്ന് നമുക്ക് മിക്കപ്പോഴും വന്നു കാണാറുള്ളൊരു ചോദ്യം, മനുഭായി, മന്ത്രാഭായി, മണികർണിക തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഝാൻസി റാണി എന്ന് പറയുന്നത്. മനുഭായി, മന്ത്രാഭായി, മണികർണിക തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ഝാൻസി റാണിയായിരുന്നു. ഈ ഝാൻസി റാണിയുടെ കുതിരകളുണ്ട്, വളരെ പ്രസിദ്ധമാണ്. ബാദൽ, സാരംഗി, പവൻ എന്നിവയായിരുന്നു ഝാൻസി റാണിയുടെ കുതിരകൾ എന്ന് പറയുന്നത്. ബാദൽ, സാരംഗി, പവൻ എന്നിവയായിരുന്നു ഝാൻസി റാണിയുടെ
കുതിരകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നും പൊതുവെ വരാറുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതേ ഭാഗത്തു നിന്ന് വരാറുള്ളൊരു ചോദ്യമാണ്, നമ്മുടെ കൈകളാൽ നമ്മുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല. ആസാദ് ഷാഹി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. നമ്മുടെ കൈകളാൽ നമ്മുടെ ആസാദ് ഷാഹി, ഓക്കെ, നമ്മുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളോട് പ്രതിജ്ഞ ചെയ്ത കലാപകാരി എന്ന് പറയുന്നതും ആരായിരുന്നു? നമ്മുടെ ഝാൻസി റാണിയായിരുന്നു. ഝാൻസി റാണിക്കെതിരെ കലാപം നയിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഹ്യൂഗ് റോസ് ആയിരുന്നു ഝാൻസി റാണിക്കെതിരെ വിപ്ലവം നയിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അതായത് ഹ്യൂഗ് റോസ് റാണിയെ വിശേഷിപ്പിച്ച വിശേഷണം മിക്കപ്പോഴും PSC ചോദിച്ച് കാണാറുണ്ട്. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്ന് റാണിയെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ജനറൽ ഹ്യൂഗ് റോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഝാൻസിയിലെ കലാപങ്ങൾ അടിച്ചമർത്താനായി നിയോഗിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ഗോളിയോറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഝാൻസി റാണിയുടെ വധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ജനറൽ ഹ്യൂഗ് റോസ്. ജനറൽ ഹ്യൂഗ് റോസ് നമ്മുടെ ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച വിശേഷണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജനറൽ ഹ്യൂഗ് റോസ് ആയിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഓപ്ഷനിൽ വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ട്, ഓപ്ഷൻ ബി കോൺവാലിസ് ഉണ്ട്, ഓപ്ഷൻ സി വില്യം ബെന്റിക് ഉണ്ട്, ഓപ്ഷൻ ഡി ഡൽഹൌസി ഉണ്ട്. ഏത് ഗവർണർ ജനറലുടെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഉത്തരം കിട്ടുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ടതും ഈ പറയുന്ന PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഓപ്ഷനിലും തന്നിട്ടുള്ളത്. വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ട്, കോൺവാലിസ് ഉണ്ട്, വില്യം ബെന്റിക് ഉണ്ട്, ഡൽഹൌസി പ്രഭുവും ഉണ്ട്. ഇതിൽ നിന്നും എങ്ങനെ പോകാം? ഉത്തരം, ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഇവിടെ ഉത്തരമായി വരേണ്ടത്. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. 1773 അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നോക്കൂ, ബനാറസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ? ബനാറസ് ഉടമ്പടി. ഓക്കെ, ബനാറസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. ബനാറസ് ഉടമ്പടിയാണ്. അപ്പോൾ ഈ ബനാറസ് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1773 ഈ പറയുന്ന ബനാറസ് ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടിട്ടുള്ളത്. 1773 ബനാറസ് ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടത്. അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ്, ഓക്കെ, അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ്, ഓക്കെ, അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് അവധിന്റെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗളയും തമ്മിൽ, അവധ് നവാബായിരുന്ന ഷൂജാ ഉദ്ദൗളയും തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയായിരുന്നു ഈ പറയുന്ന ബനാറസ് ഉടമ്പടി എന്ന് പറയുന്നത്. അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന വാറൻ ഹേസ്റ്റിങ്സും അവധിന്റെ ഭരണാധികാരിയായിരുന്ന ഷൂജാ ഉദ്ദൗളയും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഇത് ബനാറസ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ വ്യവസ്ഥ പ്രകാരം, ഇതിന്റെ കരാർ പ്രകാരം എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഇതിന്റെ കരാർ പ്രകാരം അലഹബാദ് അതുപോലെ തന്നെ കോറ എന്നീ പ്രദേശങ്ങൾ ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അവധ് നവാബിന് ബ്രിട്ടീഷുകാർ വിൽക്കുന്നൊരു കരാറായിരുന്നു അത്. നവാബിന്റെ സംരക്ഷണത്തിനായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുന്നതിലുള്ള ചിലവ് നവാബ് തന്നെ വഹിക്കണമെന്നുള്ളൊരു വസ്തുതയും ഈ പറയുന്ന ബനാറസ് ഉടമ്പടി പ്രകാരം ചട്ടക്കൂടുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു ബനാറസ് ഉടമ്പടി കൊണ്ടുവന്ന ബംഗാൾ ഗവർണറായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് എന്നുള്ള കാര്യം
ഓർത്തിരിക്കുക. അപ്പൊ ഇതിലെ ഉത്തരം ഏത് ഗവർണർ ജനറലുടെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ 1773 വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ബംഗാൾ ഗവർണർ എന്ന് പറയുന്നത്. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഓക്കെ, ഇനി ഇവിടെ വേറെ കുറച്ച് ആൾക്കാരെ ഉണ്ട്. കോൺവാലിസ് ഉണ്ട്, വില്യം ബെൻഡിക് ഉണ്ട്, ഡൽഹൌസി ഉണ്ട്. PSCയെ സംബന്ധിച്ചിടത്തോളം ഈ കോൺവാലിസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺവാലിസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തു പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് ആണ് അല്ലേ. ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? കോൺവാലിസ് പ്രഭു എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആയിരുന്നു ആര്? കോൺവാലിസ് പ്രഭു എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഇരിക്കുന്നത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അതുപ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത് അല്ലെ. അപ്പൊ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, അതുപോലെ തന്നെ 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ഇതൊക്കെ തന്നെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? കോൺവാലിസ് പ്രഭുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയുമായി ബന്ധപ്പെട്ട 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളിൽ നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് ആര്? നമ്മുടെ കോൺവാലിസ് പ്രഭു എന്ന് പറയുന്നത്. വില്യം ബെൻഡിക് പ്രഭുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പരിഷ്കാരമായിരുന്നു 1829 സതി നിരോധനം ഏർപ്പെടുത്തിയത് വില്യം ബെൻഡിക് പ്രഭുവാണ്. 1829 സതി നിരോധനവുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ ആയിരുന്നു ആര്? വില്യം ബെൻഡിക് പ്രഭു എന്ന് പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരുന്നതിലും ഇദ്ദേഹം മുഖ്യമായ പങ്ക് വഹിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരുന്നതിലും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ഗവർണർ ജനറൽ ആയിരുന്നു ആര്? വില്യം ബെൻഡിക് പ്രഭു എന്ന് പറയുന്നത്. ഇനി ഡൽഹൌസിയിലേക്ക് വരാം. PSCക്ക് ഇഷ്ടമാണ് ഡൽഹൌസിയെ, ഭയങ്കര ഇഷ്ടമാണ്. ആരെ? ഡൽഹൌസിയെ. എങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട് ഡൽഹൌസിയെ? നോക്കി, റെയിൽവേ എന്നുള്ളത്, ടെലിഗ്രാഫ്, തപാൽ സംവിധാനങ്ങൾ തുടങ്ങിയ സജ്ജീകരണങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡൽഹൌസി പ്രഭുവാണ്. 1848 മുതൽ 1856 വരെ ആയിരുന്നു ഡൽഹൌസിയുടെ ഭരണകാലയളവ് എന്ന് പറയുന്നത്. 1848 തുടങ്ങി 1856 വരെ ആയിരുന്നു ഡൽഹൌസിയുടെ ഭരണകാലയളവ് എന്ന് പറയുന്നത്. റെയിൽവേ, ടെലഗ്രാഫ്, തപാൽ സംവിധാനം തുടങ്ങിയവ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭരണപരിഷ്കാരമായിരുന്നു ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ദത്തവകാശ നിരോധന നിയമം 1848 ഔദ്യോഗികമായി നടപ്പിലാക്കിയതും ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ബനാറസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ച ഗവർണർ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത് എന്നായിരുന്നു ചോദ്യം വന്നത്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? ദേവസമാജം, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മസമാജം എന്നിവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിക്കുക, 10th പ്രിലിംസ് എഴുതുന്ന മക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായി ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പർ പരിശോധിച്ചപ്പോഴും ഇതോ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടതോ ഇതിന്റെ സ്ഥാപകനായി ബന്ധപ്പെട്ടതോ ആയ ചോദ്യങ്ങളാണ് മിക്കപ്പോഴും ആവർത്തിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ നവോത്ഥാനത്തിൽ നിന്നും ആവർത്തിച്ചു വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും നമുക്കിത്? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത്? എങ്ങനെ പറയാം? നോക്കൂ, ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് ഉറപ്പായും ബ്രഹ്മസമാജം തന്നെയാണ്. ഇന്ത്യയുടെ
മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മസമാജം തന്നെയാണ്. ബ്രഹ്മസമാജമാണ് ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത്. സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മസമാജമാണ്, അല്ലേ? അതായത് ഈ ബ്രഹ്മസമാജത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയുണ്ട് മക്കളെ? നമുക്ക് നോക്കാം. ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ബ്രഹ്മസമാജത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇന്ത്യയിലെ സാമൂഹിക മതനവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മാതാവ് അഥവാ തുടക്കമായി കണക്കാക്കപ്പെടുന്നത് ബ്രഹ്മസമാജത്തെ തന്നെയാണ്. ഓക്കെ, സാമൂഹിക മതനവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മാതാവായി അല്ലെങ്കിൽ തുടക്കമായി നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തുടക്കമായി, ഓക്കെ, മാതാവ് അല്ലെങ്കിൽ അഥവാ അതിൻ്റെ തുടക്കമായി കണക്കാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഏത്? ഈ പറയുന്ന ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. 1828 രാജാറാം മോഹൻ റോയ് ആണ് ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചത്. അത് ആർക്ക് സംശയം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ഇന്ത്യൻ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പ്രാഥമിക ഘട്ടമായി തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്, ഈ പറയുന്ന ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. 1828 നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. ഇനി സതി എന്ന ദുരാചാരം, അതേപോലെ തന്നെ വിഗ്രഹാരാധന, ജാതി വ്യവസ്ഥ ഇങ്ങനെ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഈ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സതി നിരോധനം അല്ലെങ്കിൽ സതി എന്ന് പറയുന്ന ആചാരത്തിനെതിരെ, വിഗ്രഹാരാധനയ്ക്കെതിരെ, അതുപോലെ ജാതീയ വേർതിരിവുകൾക്കെതിരെ വളരെ ശക്തവും വ്യക്തവുമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിദ്യാഭ്യാസം, അവരുടെ ഉന്നമനം തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇത് ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. സാമൂഹിക മതനവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മാതാവായ അല്ലെങ്കിൽ തുടക്കമായ ഈ ഒരു പ്രസ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസം, സതി, വിഗ്രഹാരാധന തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സാമൂഹിക മതനവോത്ഥാന പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ പ്രസ്ഥാനം എന്ന് പറയുന്നതും ഈ ബ്രഹ്മസമാജം തന്നെയാണ്. ഇനി ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവസമാജമൊക്കെ കിടപ്പുണ്ട്, അല്ലേ? ദേവസമാജമൊക്കെ കിടപ്പുണ്ട്. 1887 ലാഹോറിലാണ് ദേവസമാജം സ്ഥാപിക്കുന്നത്. 1887 ലാഹോറിൽ വെച്ച് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ഈ ഒരു സംഘടനയുടെ തുടക്കം കുറിച്ചത്. ഏത് സംഘടനയുടെ? ദേവസമാജം എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കം കുറിക്കുന്നത് അദ്ദേഹമായിരുന്നു. സദാചാര മൂല്യങ്ങളും ധാർമ്മികതയും ഒക്കെയായിരുന്നു പ്രധാനമായും വിഷയമായി പറയുന്നത്. ആര്യ സമാജത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1875 ബോംബെയിൽ വെച്ച് സ്വാമി ദയാനന്ദ സരസ്വതികൾ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ഏത്? ആര്യ സമാജം എന്ന് പറയുന്നത്. 1875 സ്വാമി ദയാനന്ദ സരസ്വതികളായിരുന്നു ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുണ്ട്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം മുഴക്കിയതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ഈ ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായും അയിത്തം, ശൈശവ വിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു ഏത്? ആര്യ സമാജം എന്ന് പറയുന്നത്. ഇനി പ്രാർത്ഥനാ സമാജത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1867 ബോംബെയിൽ തന്നെ ആത്മറാം പാണ്ഡുരംഗാണ്
ഈ ഒരു സംഘടനയുടെ തുടക്കം കുറിച്ചത് ആത്മറാം പാണ്ഡുരംഗാണ്. 1867 ഈ പറയുന്ന പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കം കുറിച്ചത്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, വിധവാ വിവാഹം നടപ്പിൽ പ്രോത്സാഹിപ്പിക്കുക, സ്ത്രീ വിദ്യാഭ്യാസം ഉറപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു ഇത് പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ചോദ്യം, ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതെന്നാണ്? ഉത്തരം ബ്രഹ്മസമാജമാണ് കേട്ടോ, ബ്രഹ്മസമാജമാണ്. ഓക്കെ, അടുത്തത് ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് എന്നാണ് ചോദ്യം. 4ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് എന്നതായിരുന്നു ചോദ്യം. ഏത് വർഷമാണ്? 1814, 1815, 1816, 1817. ഈ ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, എത്ര തെറ്റുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഉത്തരം ഇവിടെ 1815 ഉത്തരം. 1815. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1815 സ്ഥാപകൻ ആര് തന്നെയാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് തന്നെയാണ് ആത്മീയ സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. 1815 ഇത് സ്ഥാപിക്കുന്നത്. എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ കൽക്കട്ട കേന്ദ്രീകരിച്ചായിരുന്നു ആത്മീയ സഭ 1815 സ്ഥാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയ് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ചോദ്യത്തിലേക്ക് പോയാൽ നോക്കൂ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. ആരാണ് പഞ്ചശീല തത്വങ്ങൾ? സിമ്പിളാണല്ലേ, അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെ പറ്റുമെന്നുണ്ടെങ്കിൽ എൻഡിൽ നമുക്ക് നോക്കട്ടെ. ടൈം പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻഡിൽ ടോപ്പിക്ക് വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് റെഫർ ചെയ്യാൻ നോക്കാം. ഓക്കെ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി എന്നിവയാണ് ഉത്തരം. ഉത്തരം ആരാണ്? എത്രാമത്തെ ചോദ്യം ഇത്? 5ാമത്തെ ചോദ്യമാണ്. ഉത്തരം ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. നമുക്ക് നോക്കാം പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ട്സുകൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ പഞ്ചശീല തത്വങ്ങളിലേക്ക് പോവുകയാണ് കേട്ടോ. പഞ്ചശീല തത്വങ്ങൾ. ഓക്കെ, ഈ പഞ്ചശീല തത്വങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളിതിൽ എപ്പോഴും PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് വരാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഒപ്പുവെച്ചത് എന്നുള്ളതാണ്. ഇത് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെക്കുന്നത് ഒന്ന് ഇന്ത്യയാണ്, അത് നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഉള്ളപ്പോൾ നമുക്കത് മനസ്സിലായി. ഒപ്പമുണ്ടായിരുന്നത് ചൈനയാണ് കേട്ടോ. ഓക്കെ, ഒപ്പമുണ്ടായിരുന്നത് ചൈനയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടാക്കിയ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ത്? പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് രണ്ടു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സമാധാന അന്തരീക്ഷത്തെ നിലനിർത്താനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന 5 തത്വങ്ങൾ പ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചൈനയുമായി ബന്ധപ്പെട്ട ടിബറ്റ് മേഖലയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര സമ്പർക്കവും സംബന്ധിച്ചു കൂടിയായിരുന്നു ഈ ഒരു കരാർ വരുന്നത്. 1954 ഏപ്രിൽ 29 ഈ കരാർ ഒപ്പുവെച്ചത്. 1954 ഏപ്രിൽ 29 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം എന്ന് പറയുന്നത്. ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങോട്ട് എഴുതിക്കോണം. ആരൊക്കെയാണ് ഇതിൽ ഒപ്പുവെച്ച? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയുമായിരുന്നു.
എൻ ലായി. ഓക്കെ, ചൗ എൻ ലായിയും കൂടി ചേർന്നിട്ടായിരുന്നു ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നത്. ഓക്കെ, അപ്പം ചൗ എൻ ലായി ആരാന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകരുത്. ചൗ എൻ ലായി ആരാണ്? ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്നു ചൗ എൻ ലായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്നു ആര്? ചൗ എൻ ലായി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മളൊരു 12th ലെവൽ പരീക്ഷകളിലൊക്കെ ചില ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ 10th ലെവലിൽ ചോദിച്ചുകൂടാ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് 5 ശീലങ്ങൾ, പഞ്ചശീലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഏതൊക്കെയാണ് ആ പഞ്ചശീലങ്ങളിൽ വരേണ്ടതെന്ന് നോക്കിയാൽ, ഒന്നാമതായി വരേണ്ടത് പരസ്പരം ഇരു രാജ്യങ്ങളും എന്തു ചെയ്യുക? അതിർത്തികളും പരമാധികാരവും അതുപോലെ തന്നെ പരമാധികാരവും എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. പരസ്പരം ബഹുമാനിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ബഹുമാനിക്കുക. അതാണ് ഒന്നാമത്തെ കരാർ എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുകയാണ് പരസ്പരം ആക്രമിക്കാതെ ഇരിക്കുക. ഓക്കെ, പരസ്പരം ആക്രമിക്കാതെ ഇരിക്കുക. ഓക്കെ, അടുത്ത കാര്യം അതാണ്, പരസ്പരം ആക്രമിക്കാതെ ഇരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പരം ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക. ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടരുത്. ഓക്കെ, ഇടപെടാതെ ഇരിക്കുക. അടുത്തതായി പറയുന്നു നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമത്വവും പരസ്പര പ്രയോജനവും ഉറപ്പാക്കുക. സമത്വവും പരസ്പര സഹായവും ഉറപ്പുവരുത്തുക. ഓക്കെ, സമത്വവും പരസ്പര സഹായവും ഉറപ്പുവരുത്തുക. പിന്നെ പറയുന്നു അഞ്ചാമതായി പറയുന്നു സമാധാനപരമായ സഹവർത്തിത്വം കൊണ്ടുവരിക. ഇതാണ് പഞ്ചശീലങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെന്ന് പറയുന്നത്. പഞ്ചശീലങ്ങളിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. പക്ഷേ ഈ ഒരു കാര്യം ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകുന്നില്ല. കാര്യം ഇത് നല്ലൊരു രീതിയാണ്. പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ സ്നേഹിച്ചും സഹകരിച്ചും സ്നേഹത്തോടെ ഇരിക്കുന്നത് വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷേ ഇത് ഗംഭീരമായിട്ട് ചൈന തന്നെ തെറ്റിക്കുന്നുണ്ട്. എങ്ങനെ തെറ്റിക്കുന്നു വെച്ചാൽ 1954 സമാധാന കരാർ ഒപ്പുവെച്ചെങ്കിലും 1962 ഇന്തോ ചൈന യുദ്ധ സമയത്ത് ഈ ഒരു വ്യവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കരാറിൻ്റെ പ്രസക്തി ഇല്ലാതായി പോയിട്ടുണ്ട്. ഇന്തോ ചൈന യുദ്ധത്തോടു കൂടി ഈ ഒരു കരാറിൻ്റെ പ്രസക്തി ഇല്ലാതായിട്ടുണ്ട്. 1962 ഇന്തോ ചൈന യുദ്ധ സമയത്ത് അതില്ലാതായിട്ടുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബർദോളി ഉണ്ട്, ഖേദ സത്യാഗ്രഹമുണ്ട്, ചമ്പാരൻ സത്യാഗ്രഹമുണ്ട്, അഹമ്മദാബാദ് സത്യാഗ്രഹമുണ്ട്. ഓക്കെ, 2021 മുതൽ 25 വരെ 10th ലെവലിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം കേട്ടോ ഇത്. അല്ലാതെ ഞാൻ വേറെ എങ്ങൊന്നും ചോദ്യം എടുത്തിട്ടില്ല. 2021 മുതൽ 25 വരെ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 20 മുതലേ ഉള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത്? ഏത് തന്നെയാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണല്ലേ. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുന്നത്, ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ഏത്? അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നികുതി രഹിത സമരമായിരുന്നു ഏത്? നികുതി രഹിത സമരമായിരുന്നു ഏത്? ഖേദ സത്യാഗ്രഹം എന്നും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ
ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ആദ്യമായി വരാം. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് വരികയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ, ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. 1917 മാമ്പഴത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ചമ്പാരൻ്റെ കാർഷിക ഭൂമികയ്ക്കകത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു ഭൂപരിഷ്കരണ സമ്പ്രദായമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഭൂപരിഷ്കരണ സമ്പ്രദായമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. ആ വ്യവസ്ഥയാണ് നമ്മൾ തിങ്കതിയ വ്യവസ്ഥ എന്ന് വിളിച്ചിരുന്നത്. ആ വ്യവസ്ഥയാണ് നമ്മൾ തിങ്കതിയ വ്യവസ്ഥ എന്ന് വിളിച്ചിരുന്നത്. എന്താ തിങ്കതിയ വ്യവസ്ഥ പറയുന്നത്? കർഷകൻ തൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ 3 ഭാഗത്ത് നിർബന്ധമായും നീലം തന്നെ കൃഷി ചെയ്യണമെന്ന വ്യവസ്ഥയായിരുന്നു എന്ത്? തിങ്കതിയ വ്യവസ്ഥ. കർഷകൻ തൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ 3 ഭാഗത്ത് നീലം തന്നെ കൃഷി ചെയ്യണമെന്ന വ്യവസ്ഥയായിരുന്നു തിങ്കതിയ വ്യവസ്ഥ. അങ്ങനെ വന്നപ്പോൾ ഈ അമരിച്ചെടികളുടെ ചില സവിശേഷതകളും ചിലതരം പ്രശ്നങ്ങളും കാരണം ഒപ്പം ഈ അമരിച്ചെടികൾ അഥവാ ഈ നീലം ചെടികൾക്ക് കൃത്രിമച്ചായത്തിൻ്റെ കടന്നുവരവോടുകൂടി ഉണ്ടായിരുന്ന പ്രസക്തി ഇല്ലാതായതും അത് കർഷകരെ വലിയ സാമ്പത്തിക ദുരിതത്തിലാക്കിയതും മാറ്റക്കൃഷി ചെയ്യാൻ പറ്റുമെങ്കിലും തൻ്റെ ഭൂമിയുടെ 3 ഭാഗത്ത് 20 അടിയുടെ 3 ഭാഗത്ത് നീലം ഉൽപ്പാദിപ്പിക്കണമെന്ന വ്യവസ്ഥ വന്നപ്പോൾ ഉൽപ്പാദനം കുറയുകയും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കർഷകൻ എത്തുകയും ചെയ്തപ്പോഴാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഈ വിഷയം ഗാന്ധിയെ ധരിപ്പിക്കുന്നത് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവിൽ നിന്നാണ്. രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവിൽ നിന്നാണ് ഈ വിവരം ആരറിയുന്നത്? നമ്മുടെ ഗാന്ധി അറിയുന്നത്. തുടർന്ന് ഗാന്ധി തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം വഴിയായിരുന്നു ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഓർക്കേണ്ട പോയിന്റ് അതാണ്, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണേ. അപ്പോൾ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ എന്ന പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ നോക്കാം നമുക്ക്. നോക്കൂ, ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ എന്ന പോയിന്റിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ എന്ന പോയിന്റിലേക്ക് പോയാൽ 1917 എന്ത് നടന്നു? ചമ്പാരൻ സത്യാഗ്രഹം നടന്നു. 1918 എന്ത് നടന്നു? അഹമ്മദാബാദ് മിൽസമരവും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 1918 തന്നെ ഖേദ സത്യാഗ്രഹവും ഉണ്ടായിട്ടുണ്ട്. അല്ലേ? അപ്പോൾ നോക്കിയേ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യ സത്യാഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതേപോലെ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് മിൽസമരം എന്നും പറഞ്ഞു. ആദ്യ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് മിൽസമരം എന്ന് പറഞ്ഞു. ആദ്യ നികുതി നിഷേധ സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം എന്നും നമുക്ക് പഠിക്കാം. ഓക്കെ, നിഷേധ സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം എന്നും നമുക്ക് പഠിക്കാം. ഇത് എന്തായിരുന്നു? ചമ്പാരനിലെ വിഷയം കർഷക വിഷയം തന്നെയായിരുന്നു. കർഷക വിഷയം എന്ന് വെച്ചാൽ നീലം കർഷകരുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതായിരുന്നു തിങ്കതിയ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായിരുന്നു തിങ്കതിയ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതെന്താന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതിനെതിരെയായിരുന്നു അവിടെ നടക്കുന്നത്. അഹമ്മദാബാദിൽ എന്തായിരുന്നു പ്രശ്നം? പ്ലേഗ് അണുബാധയും അതിനെ തുടർന്ന് കൊടുത്ത പ്ലേഗ് ബോണസിനെതിരെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളായിരുന്നു ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുണിമിൽ തൊഴിലാളികൾ അല്ലെ? അതേപോലെ ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞാലോ നികുതി വർധനവിനെതിരെ അതായത് വരൾച്ചയും അതിനെ തുടർന്നുണ്ടായ നികുതി വർധനവിന് എതിരെ കർഷക വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടിട്ടായിരുന്നു ഈ പറയുന്ന ഖേദ സത്യാഗ്രഹവും നടക്കുന്നത്.
ഓക്കെ, അതായിരുന്നു ഈ 3 സമരങ്ങളുടെയും അടിസ്ഥാനപരമായി നമ്മൾ പറയേണ്ട വിവരങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യമൊന്നും നമുക്ക് ഈ ഒരു സെഷനിൽ എന്തായാലും പറയാൻ പറ്റില്ല. ക്രൂഷ്യലായിട്ടും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ, അതിലെന്തായാലും 3ലും ഗാന്ധിയുണ്ട്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യകാല സമരങ്ങളാണിതെല്ലാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ചമ്പാറിലേക്ക് വന്നാൽ നമ്മൾ കേൾക്കുന്ന ഒരാളാണ് ഈ പറയുന്ന രാജ്കുമാർ ശുക്ലയുണ്ട്. അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയിൽ നമ്മൾ കേൾക്കുന്ന ഒരാളാണ് ഈ രാജ്കുമാർ ശുക്ല. അതേപോലെ നമ്മൾ അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരായിരിക്കും അനസൂയ സാരാഭായ്. അനസൂയ സാരാഭായ് എന്നൊരു പേര് കേൾക്കും. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഖേദസത്യാഗ്രഹത്തിലേക്ക് വരുമ്പോൾ കേൾക്കുന്നതായിരിക്കും സർദാർ പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. ഈ പറയുന്ന പേരുകളിലൂടെ നമ്മൾ പ്രധാനമായും ഇതിലെ കുറേ നേതാക്കന്മാരുണ്ട്. ഏറ്റവും പ്രധാനമായും നമ്മൾ കേൾക്കുന്ന 3 പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നേതാക്കന്മാരെ കുറിച്ചുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നോക്കൂ, ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1857, 1858, 1859, 1860. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1857, 1858, 1859, 1860. ഏതാണ്? നന്നായിട്ട് അറിഞ്ഞൂടെ? ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ആ നിയമം ഉണ്ടായ വർഷം അങ്ങ് നോക്കിയാൽ മതി. ഏതാ? 1858 ഉത്തരം. 1858 ഉത്തരം. ഏതാ നിയമം? ആ നിയമം ഏതാ? ഇതുമായി ബന്ധപ്പെട്ട നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അല്ലെങ്കിൽ നമ്മളതിനെ രാജ്ഞിയുടെ വിളംബരം എന്ന് വിളിക്കാറുണ്ട്. രാജ്ഞിയുടെ വിളംബരം എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിതിനെ എന്ത് വിളിക്കാറുണ്ട്? ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇങ്ങനെയൊക്കെ വിളിക്കുന്നൊരു നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും റാണിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മാറ്റി. അല്ലെ, നേരിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നു. ഈ നിയമപ്രകാരം റാണിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഇവിടെ വരികയാണ്. അങ്ങനെ ഈ ഒരു നിയമപ്രകാരമാണ്, കുറേ പോയിന്റുകളുണ്ട്. അതിലൊരു സുപ്രധാനമായി അറിയേണ്ട കാര്യമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, GGI എന്ന് പറഞ്ഞാൽ ഞാൻ അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ആ പദവി എങ്ങനെ മാറുന്നു? വൈസ്രോയി എന്ന് മാറുന്നു. വൈസ്രോയി എന്ന് മാറുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രതിനിധിയായി ഇവിടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ തസ്തിക രൂപീകരിക്കപ്പെടുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ തസ്തിക, അതായത് റാണിയുടെ പ്രതിനിധിയായി വൈസ്രോയിയും മാറി. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രതിനിധിയായി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും മാറുന്നു. അങ്ങനെ വരുന്ന ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു കാനിങ് പ്രഭു എന്ന് പറയുന്നത്. ഓക്കെ, കാനിങ് പ്രഭു. അതുപോലെ അങ്ങനെ വരുന്ന ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? സ്റ്റാൻലി പ്രഭുവുമായിരുന്നു. അങ്ങനെ വരുന്ന ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻലി പ്രഭുവുമായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് റാണി നേരിട്ട് ഏറ്റെടുത്തത് 1858 കൂടിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ രാജ്ഞിയുടെ വിളംബരം അഥവാ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രകാരമാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണത്തിന് പൂർണ്ണ വിരാമമിടാനും ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ച നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഒറ്റ ശ്രുതിയിൽ അങ്ങ് പറയണം. എന്താ പറഞ്ഞേ? ഇന്ത്യയിൽ
ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണത്തിന് പൂർണ്ണ വിരാമമിടാനും ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ച നിയമമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ നിയമത്തെ ഉണ്ടല്ലോ ഞങ്ങൾ രാജ്ഞിയുടെ വിളംബരമെന്നും ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും ഒക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്. ഈ നിയമപ്രകാരം ഇന്ത്യയിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിക്ക് പകരമായി അതിനെ ഒന്നുകൂടി പുതുക്കിക്കൊണ്ട് രാജ്ഞിയുടെ പ്രതിനിധി സ്ഥാനമായി വൈസ്രോയി എന്ന ഒരു പദവി വന്നു. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു പുതിയ വകുപ്പ് പരിഗണിക്കുന്നു. അതാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയി കാനിങ്ങിനെയും ഇന്ത്യയുടെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയി സ്റ്റാൻലിയെയും നമ്മൾ കാണുന്നു. അങ്ങനെ ഈ നിയമം 1858 വരുന്നത്. അതുപ്രകാരം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് റാണി നേരിട്ട് ഏറ്റെടുത്തു. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാര്? സിമ്പിൾ. നിങ്ങൾ നോക്കിയേ, ആവർത്തിച്ച് ഈ ഒരു ചോദ്യം വരുന്നില്ലേ? ഇപ്പൊ തന്നെ നമ്മൾ എത്രയോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് നവോത്ഥാന ചരിത്രത്തിൽ നിന്നും നമുക്ക് വരുന്നത് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തിൽ നിന്നും നമുക്ക് ധാരാളമായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആവർത്തിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾ, അദ്ദേഹത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ, സതി പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം മുന്നൊരുക്കമൊരുക്കിയതും അതിനുവേണ്ടി അദ്ദേഹം പോരാടിയതും ഒക്കെ തന്നെ വളരെ വ്യക്തമായി അറിയുന്നതാണ്. അങ്ങനെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി നമ്മൾ കണക്കാക്കുന്ന രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഇനി വരുന്ന ഈ ഒരു 10th പോകുമ്പോൾ അല്ലെങ്കിൽ 10th ലെവൽ എക്സാമിനേഷന് പോകുമ്പോൾ ഒരിക്കലും വിട്ടുകൂടാത്തൊരു നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് ഓർത്തു വെച്ചോ, വിട്ടുകൂടാൻ പാടില്ലാത്തൊരു നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റോയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രങ്ങൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ട്രാക്ക് ചെയ്യുക, സിമ്പിളായിട്ട് അങ്ങോട്ട് എഴുതുക. ഇപ്പൊ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർലി ഈ പറയുന്ന ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ച അതിന്റെ പ്രധാന സംഘാടകൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നയാളാണ് ആര്? ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ രാജാറാം മോഹൻ റോയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓർക്കണം ഞങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഓർക്കാനുണ്ട് നമുക്ക്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു. അതിലൊന്നായിരുന്നു 1815 കൽക്കട്ടയിൽ സ്ഥാപിച്ച കൽക്കട്ടയിൽ എന്തായിരുന്നു? ഏത് സംഘടനാ സംവിധാനമായിരുന്നു? ആത്മീയ സഭ. ഓർമ്മയുണ്ടല്ലോ? ചോദ്യം വന്നേ അല്ലേ? അപ്പൊ ആത്മീയ സഭ നമ്മൾ മുൻകാല ചോദ്യത്തിലില്ലേ? ഉണ്ട്. 1815 കൽക്കട്ടയിൽ ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിയാൽ 1828 അത് ബ്രഹ്മസമാജമായി പരിണമിക്കുന്നു. അല്ലെ, ബ്രഹ്മസമാജമായി പരിഗണിക്കുന്നു. ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്ത നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മസമാജമാണ്. ആ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന അതിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാവുന്ന ആളാണ് ആര്? രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. 1825 ഈ പറയുന്ന ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇദ്ദേഹത്തിലേക്ക് വന്നാൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായി നമ്മൾ പറയുന്നത് സതീ നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ്. സതീ നിരോധനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ പ്രധാനമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ നവോത്ഥാന ജീവകാലഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം അവിസ്മരണീയമായിക്കൊണ്ടിരിക്കുന്നതും ഈ സതി എന്ന അനാചാരത്തിനെതിരെ ഇന്ത്യൻ ജനതയെ ബോധവൽക്കരിക്കാനും ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താനുമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മികവാർന്ന നേട്ടത്തിൽ ഏറ്റവും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരുകൾ കുത്തിവെക്കാൻ പോലും കാരണമായ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു സതീ നിരോധനത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത്. അപ്പോൾ സതീ നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു
ആയിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് 1829 വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ, വില്യം ബെന്റിക് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സതീ നിരോധനം നടപ്പിലാക്കി. 1829 ബെന്റിക് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ സതീ നിരോധനം കൊണ്ടുവന്നു. അതുപോലെ ഇദ്ദേഹം തൊട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയാണ് ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ജാതി വ്യവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആരേർപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇനി ഇന്ത്യൻ ദേശീയ പത്രത്തിന്റെ തുടക്കക്കാരെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന രംഗവും PSCക്ക് ഇഷ്ടമാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ തുടക്കക്കാരനെന്ന നിലയിൽ നമ്മൾ ഇത് കാണുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ PSC എപ്പോഴും ചോദിക്കാറുള്ള 2 പത്രങ്ങളുണ്ട്. ഒന്ന് സംവാദ് കൗമുദി എന്ന പത്രം. അത് അദ്ദേഹം ബംഗാളി ഭാഷയിലായിരുന്നു പുറത്തിറക്കിയിരുന്നത്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയുടേതാണ്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് മിറാദുൽ അക്ബർ എന്ന പത്രം പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രസിദ്ധമായ പ്രസിദ്ധീകരണമാണ് ഈ സംവാദ് കൗമുദിയും മിറാദുൽ അക്ബർ എന്നിങ്ങനെ പറയുന്നത്. ഇനി മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ രണ്ടാമനാണ് അദ്ദേഹത്തിന് രാജ എന്ന പദവി പിൽക്കാലത്ത് കൊടുക്കുന്നത്. രാജ എന്ന പദവി രാം മോഹൻ റോയിയെ രാജാറാം മോഹൻ റോയ് എന്ന് വിളിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറാണ്. ഓക്കെ, അങ്ങനെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തെയും ശാസ്ത്രീയ ചിന്താഗതിയെയും ഭാരതീയ സംസ്കാരത്തെയും കോർത്തിണക്കി ഇന്ത്യയെ ആധുനികവൽക്കരിക്കുക എന്ന ഒരു പ്രവർത്തനത്തിൽ മുഖ്യമായ പങ്ക് വഹിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാരെ വിളിക്കാറുണ്ട്? രാജാറാം മോഹൻ റോയിയെ വിളിക്കാറുണ്ട്. അപ്പോൾ കുറേ ചോദ്യങ്ങളായി അല്ലേ? കുറേ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും PSC അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ പരീക്ഷകൾ മുന്നിലേക്ക് വരികയാണ്. ഇനി നമ്മളുടെ LDC 2027 വരാനുണ്ട്, വേരിയസ് LGS 2027 വരാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി ഇനി അടുത്തതായിട്ട് ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ പോലെയുള്ള LSGI സെക്രട്ടറി പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇനിയും വരാനായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ നമുക്കിനി സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിലുമായിട്ടൊക്കെ വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസ് പരീക്ഷ തയ്യാറെടുക്കുന്നവരുണ്ടാവും അല്ലേ? അവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹിറ്റടിക്കാൻ പോകുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബാച്ചാണ് LPUP അസിസ്റ്റന്റ് 2027 LPUPക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളും ഉണ്ടാകും. എല്ലാം ഉണ്ട് ഇവിടെ. സേഫാണ് ഇവിടെ, സൈലം സൂപ്പറാണ് ഇവിടെ. അപ്പോൾ സൈലം സൂപ്പറാണെന്നുള്ളത് കഴിഞ്ഞ LDC LPUP ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അടുത്ത ഹീറോ നിങ്ങളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ബാച്ചുകൾ, പുതിയ ബാച്ചുകളാണിത്. ഒന്ന് LDC 2027 ബാച്ചാണ്. 1999 രൂപയ്ക്ക് വെറും, അറിയാലോ, ചെറിയ ഫീസും മികച്ച ക്ലാസ്സും. അതാണ് സൈലത്തിൻ്റെ ഒരു ലൈൻ. ഓക്കെ, മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് വേറെ ഒരിടത്തും കമ്പയർ ചെയ്യാൻ പറ്റാത്തുള്ള കണ്ടന്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ LDC 2027 ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതായത് ഇപ്പോൾ ഉടനെ VFA കഴിഞ്ഞോ ഒക്കെ ബെബ്കോ LD കഴിഞ്ഞോ പെട്ടെന്ന് പഠിത്തം നിർത്തരുത്. വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പുതുതായി വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ LDC 2027 ബാച്ച് ബേസ് ലെവൽ തൊട്ട് ഹയർ ലെവൽ വരെ എക്സാം വരെയുള്ള സമയത്തേക്ക് ജൂൺ 17 തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1999 രൂപ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ലഭിക്കുക. അതുപോലെ നമ്മുടെ VLGS 2027 ബാച്ച് 1699 രൂപയ്ക്കാണ് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജൂൺ 29 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിമിനറി ബാച്ച്, അതായത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയവരും ഡിഗ്രി ലെവലിനൊരു പ്രാഥമിക വിവരമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന വളരെ ബേസ് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ അടുത്ത വരുന്ന ജൂനിയർ എംപ്ലോയ്മെൻറ്റ് LSGI തുടങ്ങി നിരവധി പോസ്റ്റുകളിലേക്ക് മത്സരിക്കാൻ പരീക്ഷ എഴുതാനായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയ പുതിയ ബാച്ചാണ് നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി ബാച്ച്. നമ്മൾ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്ത ഈ ബാച്ച് 2999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എക്സാം വരെ നിങ്ങൾക്ക് ഈ ബാച്ച് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഡിഗ്രി മെയിൻസ് 2499 രൂപയ്ക്ക് നമ്മുടെ ഈ ബാച്ച് നിങ്ങൾക്ക്. ഇതെല്ലാം ലൈവ് റെക്കോർഡഡ് ബാച്ചുകളാണ് കേട്ടോ. അതുപോലെ LPUP 2027 ബാച്ചിൻ്റെ
പുതിയ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് 3499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളി കോഴ്സുകൾ സൈലത്തിലുണ്ട്. വേഗം പോകുന്നു, സൂപ്പറായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യ ബാച്ച് സെഷൻ നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഒരു ബ്രേക്കൊക്കെ വേണ്ടേ എപ്പോഴായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറാജുദ്ദൗള, ബഹദൂർ ഷാ 1, ബഹദൂർ ഷാ 2, അഹമ്മദ് ഷാ എന്നിങ്ങനെയാണ് ചോദ്യം തന്നിട്ടുള്ളത്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി, അതായത് നമ്മളുടെ 1857 വിപ്ലവം എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഇന്ത്യക്കാർ വിളിച്ച അല്ലേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഇന്ത്യക്കാർ വിളിച്ച ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച നമ്മുടെ 1857 കലാപത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന മുഗൾ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ രണ്ടാമനാണ്, അല്ലെങ്കിൽ നമുക്ക് ബഹദൂർ ഷാ സഫർ 2 എന്നും പറയാറുണ്ട്. ബഹദൂർ ഷാ സഫർ 2 എന്നും നമ്മൾ പറയാറുണ്ട്. ഇദ്ദേഹമാണ് അല്ലേ. അതായത് 1857 കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? ഈ പറയുന്ന ബഹദൂർ ഷാ രണ്ടാമൻ. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ചക്രവർത്തി അഥവാ ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ആര്? നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോൾ 1857 കലാപത്തിൽ നിന്നും മിക്ക വർഷങ്ങളിലും നമ്മൾ ചോദ്യപേപ്പർ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് എന്ത് വരുന്നുണ്ട്? ചോദ്യങ്ങൾ വരുന്നുണ്ട്. 1857 കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് പലതരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 1857 കലാപം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ടോപ്പിക്കാണ്. നിങ്ങൾ പഠിച്ച് ഇരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നവരായിരിക്കാം, ആരാണെങ്കിലും 1857 കലാപം ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1857 കലാപത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം, കലാപത്തിന് കാരണമായ നിയമങ്ങൾ എന്തൊക്കെയുണ്ട്? കലാപത്തിന് കാരണമായ നിയമങ്ങൾ 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റി ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് ആക്ട്, 1856 വിധവാ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് തുടങ്ങിയ നിയമങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും എന്തായാലും നോക്കണം. പിന്നെ കലാപത്തിൻ്റെ സാമൂഹികം മതപരമായ സൈനികപരമായ കാരണങ്ങൾ പരിശോധിക്കണം. സൈനികപരമായ കാരണങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. പിന്നെ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? അത് നമ്മുടെ P53 എൻഫീൽഡ് തോക്കുകളുടെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട് മംഗൾ പാണ്ഡെയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുമൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. തുടർന്ന് നമ്മുടെ കലാപം ഉത്തർപ്രദേശിലെ മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കലാപകാരികൾ ആദ്യം എത്തുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെത്തിയ കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കുകയും അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചക്രവർത്തി അന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തി, അസംഗഡ് പ്രഖ്യാപനമൊക്കെ നടത്തുന്നു. തുടർന്ന് ഡൽഹിയിലെ കലാപങ്ങൾ അടിച്ചമർത്താനായിട്ട് ജോൺ നിക്കോൾസൺ അടക്കമുള്ള ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. അങ്ങനെ കലാപം അടിച്ചമർത്തുന്നു. തുടർന്ന് ഇന്ത്യയിൽ ഝാൻസി, കാൺപൂർ, അതുപോലെ അവധ്, ലക്നൗ, ഫൈസാബാദ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ബറൌട്ട്, മധുര തുടങ്ങി നിരവധി, റായ്ബറേലി തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് കലാപം വ്യാപിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലായിരുന്നു കലാപം വ്യാപിച്ചത്. ആ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കലാപ കേന്ദ്രങ്ങളും അവിടുത്തെ നേതൃത്വവും എന്ന് പറയുന്ന ഭാഗം എന്തായാലും പഠിക്കണം. ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോൾ നമുക്കതുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഏത്
ഏത് ഗവർണർ ജനറലിന്റെ കാലഘട്ടത്തിലാണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? സർ ജോർജ് ബോർലോ, മിൻഡോ പ്രഭു ഒന്നാമൻ, ആംഹേഴ്സ്റ്റ് പ്രഭു, വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? സർ ജോർജ് ബോർലോ, മിൻഡോ പ്രഭു ഒന്നാമൻ, ആംഹേസ്റ്റ് പ്രഭു, വാറൻ ഹേസ്റ്റിങ്സ്. റവന്യൂ ബോർഡിന്റെ രൂപീകരണമാണ് ഇവിടെ പറയേണ്ടത്. എനിവൺ അറിയാമോ? റവന്യൂ ബോർഡിന്റെ രൂപീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എനിവൺ അറിയുമോ റവന്യൂ ബോർഡിന്റെ രൂപീകരണത്തെക്കുറിച്ച്? റവന്യൂ ബോർഡിന്റെ രൂപീകരണത്തെക്കുറിച്ച് പറയാമോ? അപ്പോൾ ഇവിടെ നമുക്ക് റവന്യൂ ബോർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്, അല്ലെങ്കിൽ റവന്യൂ ബോർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് എന്നോർത്തിരിക്കുക. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഈ റവന്യൂ ബോർഡിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഭാഗം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, വരുന്നുണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ നോക്കൂ, റവന്യൂ ബോർഡിന്റെ രൂപീകരണം വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് റവന്യൂ ബോർഡിന്റെ രൂപീകരണം വരുന്നത്. ബംഗാൾ അല്ലെ, ബംഗാളാണ് വിഷയം. ബംഗാളിൽ നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട്, കൂടുതൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് 1772 കൽക്കട്ടയിൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഈ ഒരു പരിഷ്കാരം അവതരിപ്പിക്കുന്നത്. 1772 കൽക്കട്ടയിലാണ് ഈ ഒരു പരിഷ്കാരം അവതരിപ്പിക്കുന്നത്. 1772 വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അങ്ങനെ റവന്യൂ ബോർഡ് രൂപീകരിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ റോബർട്ട് ക്ലൈവിനെ, അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. റോബർട്ട് ക്ലൈവ് നമ്മുടെ പ്ലാസി യുദ്ധ സമയത്ത് നമ്മുടെ സിറാജ് ഉദ്ദൗളയെ കൊല്ലുന്നതിൽ വ്യക്തമായ പങ്ക് വഹിച്ച ആളായിരുന്നു ആര്? റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിലേക്ക് വരുമ്പോൾ ഈ റോബർട്ട് ക്ലൈവാണ് ബംഗാളിൽ ദ്വിഭരണം അവതരിപ്പിക്കുന്നത്. ബംഗാളിൽ വ്യവസ്ഥ കൊണ്ടുവന്നത് ഈ റോബർട്ട് ക്ലൈവാണ്. അത് ഇല്ലാതാക്കിയത്, ബംഗാളിൽ കൊണ്ടുവന്ന ഈ ദ്വിഭരണ വ്യവസ്ഥ ഇല്ലായ്മ ചെയ്യുന്നതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതായത് വാറൻ ഹേസ്റ്റിങ്സ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയാം. അപ്പോൾ ബംഗാളിൽ ദ്വിഭരണ വ്യവസ്ഥ കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആണെങ്കിൽ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ഈ വ്യവസ്ഥ ഇല്ലാതാക്കുന്നതും ഇദ്ദേഹമായിരുന്നു. അതുപോലെ ഭരണ സൗകര്യത്തിനായിട്ട് സംസ്ഥാന ഖജനാവ് മുർഷിദാബാദിൽ നിന്നും കൽക്കത്തയിലേക്ക് മാറ്റുന്നത്, സംസ്ഥാന ഖജനാവ് മുർഷിദാബാദിൽ നിന്നും കൽക്കട്ടയിലേക്ക് മാറ്റിയതും ഇദ്ദേഹമാണ്. മുർഷിദാബാദിൽ നിന്നും കൽക്കട്ടയിലേക്ക് ഖജനാവ് മാറ്റുന്നു. നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രധാനമായ പരിഷ്കാരം കൊണ്ടുവരികയും ജില്ലയിലും സിവിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതിലും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ആര്? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി ചുമതലയേറ്റ വ്യക്തി എന്ന് പറയുന്നതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1773 നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്താണ് ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന പദവിയോടുകൂടി വരുന്ന ആൾ കൂടിയായിരുന്നു ആര്? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇത്. അപ്പോൾ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാലും വാറൻ ഹേസ്റ്റിങ്സ് ആണ്.
ഓക്കെ, ക്ലിയർ ആയോ? എന്നാൽ അടുത്ത ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ. സിമ്പിൾ ചോദ്യം. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിനെയാണ് മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ജവഹർലാൽ നെഹ്റുവിനെയായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റാണ്. ഇനി അടുത്തത് നീ നോക്കി. 1857 കലാപം അറിയപ്പെടുന്നത്, ഇപ്പം നമുക്കതിന് പ്രത്യേകിച്ച് അറിയപ്പെടാനൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1857 കലാപം, ശിപായി ലഹള, പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, സന്താൽ കലാപം. 1857 കലാപം അറിയപ്പെടുന്നത്, ബ്രിട്ടീഷുകാരാണ് ഇതിനെ എന്ത് വിളിച്ചത്? ശിപായി ലഹള എന്ന് വിളിച്ചത്. ഇന്ത്യക്കാരതിനെ എന്ത് വിളിച്ചു? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചു. ഇന്ത്യക്കാരതിനെ എന്ത് വിളിച്ചു? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും. ബ്രിട്ടീഷുകാരാണ് അതിനെ എന്ത് വിളിച്ചത്? ശിപായി ലഹള എന്നും വിളിച്ചത്. 1857 കലാപത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് ശിപായി ലഹള എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര്? വില്യം ബെന്റിക്ക്, വാറൻ ഹേസ്റ്റിങ്സ്, ഡൽഹൌസി, കോൺവാലിസ്. ഈ ചങ്ങായിമാരെ നമ്മുടെ PSCക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ എന്നാലോചിച്ച് നോക്കിയേ, ഈ ഒരു ഓപ്ഷൻസ് തന്നെ നിങ്ങൾ നോക്കൂ. ഇതേ ഓപ്ഷൻസ് നിങ്ങൾ എത്ര എത്ര സ്റ്റേറ്റ്മെൻറ്റുകളിൽ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഇതേ സ്റ്റേറ്റ്മെൻറ്റുകളാണ് മിക്കടുത്ത്, അല്ലെങ്കിൽ ഇതേ ഓപ്ഷനുകളാണ് എല്ലാ ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ച് തിരിച്ചും വരുന്നത്. വില്യം ബെന്റിക്ക്, വാറൻ ഹേസ്റ്റിങ്സ്, ഡൽഹൌസി, കോൺവാലിസ്. ആരാണ്? കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? അപ്പോൾ കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെട്ട സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്കിനി ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ ചോദിക്കാനായിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. 1773 ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു നിർത്തിയതാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി. അങ്ങനെ 1773 പാസ്സാക്കിയ ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി എന്ത് വരുന്നത്? ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി കൊണ്ടുവരുന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി കൊണ്ടുവരുന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിന് വ്യവസ്ഥ ചെയ്തത്. ആ വ്യവസ്ഥിതി പ്രകാരം 1773 എന്ത് ചെയ്തു? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇന്ത്യയിലൊരു സുപ്രീം കോടതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു നീതിന്യായ സംവിധാനത്തെ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1774 കൽക്കട്ടയിലെ ഫോർട്ട് വില്യമിൽ എന്താണ്? സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ, പ്രവർത്തനം ആരംഭിച്ചു. അതൊരു നല്ല പോയിന്റാണ്. സുപ്രീം കോടതി അങ്ങനെ വില്യം ഫോർട്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്ന് 1774 വില്യം ഫോർട്ടിൽ ഇത് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് നിങ്ങൾ നോക്കി, റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറൽ എന്ന പദവി വരികയും അതിലേക്ക് വന്ന ആദ്യത്തെ വ്യക്തിയായി നിങ്ങൾ കേട്ട വ്യക്തി ആര് തന്നെയാണ്? ജഗ അപ്പൊ മനസ്സിലായില്ലേ? ഈ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് PSCക്ക്. ആരാ ഉത്തരം? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പൊ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെ? വാറൻ ഹേസ്റ്റിങ്സിനെ. ചക്കരമുത്താണ് PSCയുടെ ആര്? വാറൻ ഹേസ്റ്റിങ്സ്. എന്റെ ചക്കരമുത്തേ, വാറൻ ഹേസ്റ്റിങ്സേ, എല്ലാം പഠിച്ചിട്ടേ ഞങ്ങൾ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി വ്യവസ്ഥ ചെയ്തു. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ സുപ്രീം കോടതി വ്യവസ്ഥ ചെയ്തു.
1774 വില്യം ഫോർട്ടിൽ അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ ഈ നിയമപ്രകാരം വില്യം ഫോർട്ടിൽ വന്ന ഈ സുപ്രീം കോടതി വരുന്ന സമയത്ത് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന ആളെന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഒരു സുപ്രീം കോടതി വന്നേല്ലയോ. സുപ്രീം കോടതി വന്ന സ്ഥിതിക്ക് നമുക്കിനി ജസ്റ്റിസുമാരെയും കൂടി ഒന്ന് നോക്കിയേച്ചും പോയേക്കാം. ഇനി PSCക്ക് ഇനി അതിനുള്ളൊരു അവസരം കൊടുക്കണ്ട. നിന്നോടൊക്കെ നേരത്തെ ഞങ്ങൾ ഇതൊക്കെ ചോദിച്ചല്ലയോ, അതുകൊണ്ട് അതിന്റെ ബാക്കി ചോദിക്കുമെന്ന് ഊഹിച്ചൂടെ എന്ന് PSC പരീക്ഷാ കോളി വെച്ച് കൊഞ്ഞനം കുത്തി ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയും ഞങ്ങൾ പഠിച്ചടാ PSC എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയും? അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വന്ന നമ്മുടെ കൽക്കട്ട സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി വരുന്നത് സർ എലീജ ഇംപെ ആയിരുന്നു. സർ എലീജ ഇംപെ ആയിരുന്നു എന്ത് സുപ്രീം കോടതിയെ ആദ്യ ചീഫ് ജസ്റ്റിസായി വരുന്ന വ്യക്തി എന്ന് പറയുന്നത് സർ എലീജ ഇംപെ ആയിരുന്നു. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി വരുന്നയാളാണ്. ഇതുകൂടാതെ അദ്ദേഹത്തെ കൂടാതെ 3 സാധാരണ ജഡ്ജിമാർ കൂടി ഈ കോടതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? സർ എലീജ ഇംപെ ആയിരുന്നു എന്ത് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അധികാര പരിധികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരുടെയും ഇന്ത്യൻ ജീവനക്കാരുടെയും മേൽ ഈ കോടതിക്ക് അധികാരമുണ്ടായിരുന്നു. ഏതൊക്കെ മേഖലകളിലാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളിലെ എല്ലാ ബ്രിട്ടീഷ് പൗരന്മാർക്കും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമേലും ഈ പറയുന്ന സുപ്രീം കോടതിക്ക് പവർ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബ്രിട്ടീഷുകാരുടെ ആദ്യകാല പരിഷ്കാരങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് ഞാൻ വരാമെന്ന്. ഇവിടെ നോക്കിയാൽ ഈ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് കോൺവാലിസ് പ്രഭുവിനെ കിടക്കുന്ന കാണാം. ഈ കോൺവാലിസ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരം എന്ന നിലയിൽ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എന്തായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്നൊരു പ്രധാനപ്പെട്ട പരിഷ്കാരം എന്ന നിലയിൽ അത് 1793 കോൺവാലിസ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. 1793 കോൺവാലിസ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇന്ത്യയിലെ ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളിലാണ് എന്ത് ഈ പറയുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നിങ്ങൾ നോക്കിയേ, ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളിലായിരുന്നു പ്രാഥമികമായി ഈ കോടതിക്ക് അധികാരം ഉണ്ടായിരുന്നത്. അവിടുത്തെ ബ്രിട്ടീഷ് പൗരന്മാർക്ക് മേലും ഇന്ത്യൻ പൗരന്മാർക്ക് മേലും ഈ പറയുന്ന കോടതിക്ക് അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് നിയമപ്രകാരമാണ് ഇവിടെ വിധികൾ തീർപ്പാക്കിയിരുന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ നോക്കിയേ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ നടപ്പിലാക്കിയ മേഖലകൾ നോക്കിയേ, ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളിൽ നിന്നുമായിരുന്നു നികുതി പിരിവ് നടത്തുന്നത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതുപ്രകാരം ഇവിടെ നിന്നും നികുതി പിരിക്കുന്നതും ഭൂമിയുടെ ഉടമസ്ഥ അവകാശവും ഉണ്ടായിരുന്ന ആളാണ് ആര്? ജമീന്ദാർ എന്ന് പറയുന്നത്. ജമീന്ദാറിനായിരുന്നു നികുതി പിരിവിനും ഭൂമിയുടെ ഉടമസ്ഥ അവകാശവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ജമീന്ദാരി വ്യവസ്ഥ എന്നും വിളിക്കാറുണ്ട്. അല്ലേ? ജമീന്ദാരി വ്യവസ്ഥ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. കർഷകൻ തൻ്റെ മൊത്തം ഉൽപാദനത്തിൻ്റെ 60% വരെ നികുതിയായി കൊടുക്കണമെന്നതായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ചട്ടങ്ങൾ. അത് 1793 അവതരിപ്പിച്ചത് ഈ പറയുന്ന കോൺവാലിസ് പ്രഭുവാണ്. പക്ഷെ ഇവിടുത്തെ നമ്മുടെ കൽക്കട്ടയിലെ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ എന്നൊരു ചോദ്യത്തിനകത്ത് നമുക്ക് ആരെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു, മറക്കരുത്. ആദ്യത്തെ അങ്ങനെ വന്ന സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എലീജ ഇംപെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതടിസ്ഥാനത്തിൽ 1774 ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. സിമ്പിൾ ചോദ്യം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ് ടാഗോർ. ഇത് എഴുതിയത് അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ചാണ്. അഹമ്മദ് നഗർ കോട്ടയ്ക്കകത്ത് വെച്ചാണ് ഇത് എഴുതുന്നത്. ഒരാൾ അദ്ദേഹത്തിൻ്റെ ജയിൽവാസ കാലത്താണ് അത് എഴുതുന്നത്. തൻ്റെ സഹതടവുകാർക്കും സഹപ്രവർത്തകർക്കുമായിട്ടായിരുന്നു ഈ ഒരു കൃതി സമർപ്പിച്ചത്. അങ്ങനെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി സമർപ്പിച്ച ആ ജയിൽ പുള്ളിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനെ അഹമ്മദ് നഗർ കോട്ട ജയിലിൽ പാർക്കുന്ന സമയത്ത് തൻ്റെ സഹപ്രവർത്തകർക്കും സഹതടവുകാർക്കും സമർപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു എഴുതിയ കൃതിയാണേത്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി. ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ശരി. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ, റോബർട്ട് ക്ലൈവ്, സർ ഐറക്യൂട്ട്, ആർത്തർ വെല്ലസ്ലി. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ, റോബർട്ട് ക്ലൈവ്, സർ ഐറക്യൂട്ട്, ആർത്തർ വെല്ലസ്ലി. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ? ഓപ്ഷൻ ബി ആണ്, റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണ വ്യവസ്ഥ കൊണ്ടുവന്ന റോബർട്ട് ക്ലൈവ്. അപ്പോൾ പ്ലാസി യുദ്ധം എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കേട്ട കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനപരമായ ആരംഭം തുടങ്ങുന്നത് ഈ പ്ലാസി യുദ്ധത്തിലൂടെയാണ് അല്ലേ? അതിൻ്റെ ആദ്യകാല പ്രാരംഭഘട്ടങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഈ പറയുന്ന പ്ലാസി യുദ്ധത്തിലൂടെയാണ്. പ്രാരംഭഘട്ടങ്ങളെല്ലാം തന്നെ ആരംഭിച്ചത് ഈ പറയുന്ന പ്ലാസി യുദ്ധത്തിലൂടെയാണ്. 1757 പ്ലാസി യുദ്ധവും ഓക്കെ, അത് കഴിഞ്ഞ് 1764 ബക്സാർ കലാപത്തിലൂടെയും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു ഏത്? നമ്മുടെ ബംഗാൾ എന്ന് പറയുന്ന മേഖല അല്ലേ? ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശമായിരുന്നു ഏത്? ബംഗാളിൻ്റെ ആധിപത്യം ബ്രിട്ടന് നേടിക്കൊടുത്ത യുദ്ധങ്ങളാണ് 1757 പ്ലാസിയും 1764 ബക്സാർ കലാപവും എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബംഗാളിലായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചത് എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. അപ്പോൾ 1757 പ്ലാസി യുദ്ധം നടക്കുകയാണ്. അപ്പോൾ 1757 സ്വതന്ത്ര ബംഗാളിൻ്റെ ഭരണാധികാരിയായി വന്ന വ്യക്തിയായിരുന്നു സിറാജ് ഉദ്ദൗള അല്ലേ? സിറാജ് ഉദ്ദൗള. ഈ സിറാജ് ഉദ്ദൗള അധികാരത്തിൽ വരുന്ന സമയത്ത് ബ്രിട്ടന് വളരെ വികസിതമായിട്ടുള്ളൊരു വ്യാപാര കേന്ദ്രം കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സിറാജ് ഉദ്ദൗള അധികാരത്തിൽ വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് തൻ്റെ രാജ്യത്തിനകത്ത് ചില നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. തൻ്റെ രാജ്യത്തിനകത്ത് വ്യാപാര സൗകര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ താൻ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ രാജ്യത്ത് നിലനിൽക്കണമെന്നും അല്ലെങ്കിൽ തൻ്റെ രാജ്യം വിട്ടു പോകണമെന്നുള്ളൊരു നിലപാട് അന്ന് സിറാജ് ഉദ്ദൗള സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സിറാജ് ഉദ്ദൗളയുടെ നിലപാടിന് മുന്നിൽ യാതൊരു മൈൻഡും കൊടുക്കാതെ ബ്രിട്ടീഷുകാർ അവിടെ തുടർന്നും വ്യാപാരം നടത്തിയപ്പോഴാണ് സിറാജ് ഉദ്ദൗള ബ്രിട്ടൻ്റെ അവിടുത്തെ കാസിം ബസാറിലെ ഫാക്ടറിയിൽ ഒരു റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡിൽ നിരവധി ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരെ ഈ സിറാജ് ഉദ്ദൗളയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബംഗാൾ സൈന്യം പിടിച്ചെടുക്കുകയും അവരെ വിചാരണകൾക്കൊടുവിൽ വായുസഞ്ചാരമില്ലാത്തൊരു മുറിയിൽ അടച്ചിട്ട് ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വായുസഞ്ചാരമില്ലാത്ത മുറിയിൽ തിങ്ങിക്കൂടിക്കിടന്നിരുന്ന ബ്രിട്ടീഷ് സൈനികരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ശ്വാസം മുട്ടി മരിക്കാൻ ഇടയായൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളതിനെ ഇംഗ്ലീഷിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡി, മലയാളത്തിൽ നമ്മളതിനെ ഇരുട്ടറ ദുരന്തം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇരുട്ടറ ദുരന്തം. ഈ ഇരുട്ടറ ദുരന്തത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ആര്? ഈ സിറാജ് ഉദ്ദൗള എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇരുട്ടറ ദുരന്തം നടത്തി തുടർന്ന്
ഈ ബംഗാളിലെ സിറാജുദ്ദൗളയുടെ ക്രൂരമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ നയങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് മദ്രാസ് പ്രസിഡൻസിയുടെ പിന്തുണയോടുകൂടി ബംഗാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു റോബർട്ട് ക്ലൈവ്. അതായത് ഈ ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നത്തെ ഇന്ത്യ ആണെന്ന് വെച്ചോ. ഇത് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയാണ്. ഈ ഇന്നത്തെ ഇന്ത്യയിൽ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ കാണുന്ന നമ്മൾ ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം തുടങ്ങിയ ഈ ഒരു മേഖലയിലായിട്ട് കിടക്കുന്ന രാജ്യമായിരുന്നു ഇത് ബംഗാൾ. ഇവിടെയായിരുന്നു ബംഗാൾ ഉണ്ടായിരുന്നത്. ഈ ബംഗാളിൽ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ അവരുടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായിരുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നും 2 സൈനിക ഉദ്യോഗസ്ഥരെ എങ്ങോട്ടേക്ക് അയച്ചു? ബംഗാളിലേക്ക് അയച്ചു. അതിൽ കരസേനയെ നയിച്ചുകൊണ്ട് ബംഗാളിലേക്ക് എത്തിയ ആളായിരുന്നു ആര്? ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. റോബർട്ട് ക്ലൈവ്. ഓക്കെ, അങ്ങനെ കരസേനയെ നയിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയ ഒരു വ്യക്തിയായിരുന്നു റോബർട്ട് ക്ലൈവ്. അതുപോലെ തന്നെ നാവിക മാർഗവും ഒരു സേനയെ ഇവർ മദ്രാസ് പ്രസിഡൻസി അയച്ചിരുന്നു. നാവിക മാർഗം അയച്ച സേനയെ നയിച്ച ആളായിരുന്നു അഡ്മിറൽ വാട്സൺ. അങ്ങനെ ഈ 2 സേനാ വിഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഈ സിറാജുദ്ദൗള കൽക്കട്ടയിലെ കാസിം ബസാറിലെ ഫാക്ടറിയും കൽക്കട്ടയും പിടിച്ചെടുത്തപ്പോൾ അത് തിരികെ പിടിക്കാനായി വിട്ട ആൾക്കാരായിരുന്നു ഈ റോബർട്ട് ക്ലൈവും അഡ്മിറൽ വാട്സണും അവിടെ ചെന്നപ്പോൾ തന്നെ സിറാജുദ്ദൗളയുടെ സേന ആകെ പേടിച്ചു പോയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സമാധാനത്തിന് അപേക്ഷിച്ച് സമാധാനം പുനഃസ്ഥാപിച്ച് കൽക്കട്ട സിറാജുദ്ദൗള തിരികെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും റോബർട്ട് ക്ലൈവിൻ്റെ ദേഷ്യം മാറിയില്ല. ആ സമയത്ത് സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായിട്ട് നമ്മുടെ റോബർട്ട് ക്ലൈവ് ഒരു രഹസ്യ സഖ്യമുണ്ടാക്കുന്നുണ്ട്. തുടർന്ന് 1757 പ്ലാസി എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫർ കൂറുമാറി റോബർട്ട് ക്ലൈവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും റോബർട്ട് ക്ലൈവും മിർ ജാഫറും അദ്ദേഹത്തിൻ്റെ മകൻ മിറാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ബംഗാളിൻ്റെ ഭരണാധികാരിയായിരുന്ന സിറാജുദ്ദൗളയെ ആ യുദ്ധത്തിൽ അവർ കൊല ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ കൊല ചെയ്ത് എന്നതിന് റോബർട്ട് ക്ലൈവിനെ സഹായിച്ചതിന് പ്രത്യുപകാരമായിട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്ന് പറയുന്ന മിർ ജാഫറിനെ ബംഗാളിൻ്റെ ഭരണാധികാരിയായി ബ്രിട്ടൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് മിർ ജാഫറുമായിട്ടും ബ്രിട്ടന് ചില അലോസരങ്ങൾ ഉണ്ടായപ്പോൾ മിർ ജാഫറിൻ്റെ മരുമകനായിരുന്ന മിർ കാസിമിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ മിർ കാസിമിനും ബ്രിട്ടനുമായിട്ട് പിന്നീട് സഹകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ മിർ കാസിം അവധിൻ്റെ ഭരണാധികാരിയായിരുന്ന ഷൂജാ ഉദ്ദൗളയും മുഗൾ ഭരണാധികാരിയായ ഷാ ആലം രണ്ടാമനുമായി ചേർന്നുണ്ടാക്കിയ സഖ്യം വെച്ചുകൊണ്ട് ബ്രിട്ടനെതിരെ വീണ്ടും ഒരു യുദ്ധം നടത്തി. ആ യുദ്ധമായിരുന്നു 1764 ബക്സർ കലാപം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 1757 പ്ലാസി യുദ്ധവും 1764 ബക്സർ കലാപത്തിലൂടെയും ബ്രിട്ടന് സ്വന്തവും സ്വതന്ത്രവുമായി അവരാദ്യമായി ആധിപത്യം ഉറപ്പിച്ച സ്ഥലമായിരുന്നു ഏത്? ഈ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവിന് അങ്ങനെ ഒരു വിജയം കൊണ്ടുവന്നതിൽ സിറാജുദ്ദൗളയുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതായിരുന്നു ആര്? മിർ ജാഫർ എന്ന് പറയുന്നത്. മിർ ജാഫർ ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കാറുള്ളത് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നയാളാണ്. ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നയാളാണ് ആര്? മിർ ജാഫർ. അങ്ങനെ പിന്നീട് ബംഗാൾ നവാബായി നിയമിതനാകുന്നതും ഇതേ മിർ ജാഫർ തന്നെയായിരുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 ഏപ്രിൽ 13, 1919 ഏപ്രിൽ 14, 1919 ഏപ്രിൽ 15, 1919 ഏപ്രിൽ 16 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ 1919 എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 1919 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 1919 റൗലറ്റ് നിയമം ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത്.
അല്ലേ? റൗലറ്റ് നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടത് 1919 റൗലറ്റ് നിയമത്തെ തുടർന്നിട്ട് ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുന്നതും 1919 അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതും 1919 ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതും 1919 ഇന്ത്യയിൽ ഒരു പുതിയ ഭരണപരിഷ്കാരമായിരുന്ന മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം കൊണ്ടുവരുന്നതും ഈ കാലഘട്ടത്തിലാണ്. മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഇത് പ്രകാരമാണ് ഇന്ത്യയിൽ ദ്വിഭരണ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ദ്വിഭരണ വ്യവസ്ഥ നടപ്പിലാക്കിയ നിയമം എന്ന് പറയുന്നത് മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാര പ്രകാരമാണ്. അപ്പോൾ 1919 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു പോയിന്റാണ്. വേറെ ഒരു എക്സ്ട്രാ പോയിന്റ് ആണെങ്കിൽ നമുക്കിവിടെ ആലോചിക്കാം. എന്താണ്? ഇന്ത്യൻ തീവ്ര ദേശീയ കാലഘട്ടത്തിൻ്റെ അവസാനം. ഇന്ത്യൻ തീവ്ര ദേശീയ കാലഘട്ടത്തിൻ്റെ അവസാനമെന്നും നമുക്ക് പറയാം. ഒപ്പം നമുക്ക് എന്തും കൂടി പറയാം, ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ തുടക്കമായി പറയുന്നതും അല്ലെ, ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ തുടക്കമായി നമ്മൾ പറയുന്നതും 1919 ഇന്ത്യൻ തീവ്ര ദേശീയ കാലഘട്ടത്തിൻ്റെ അവസാനവും അതുപോലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ തുടക്കവും എന്ന് പറയുന്നതും നമ്മൾ ഈ പറയുന്ന 1919 അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലേ? ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും. അപ്പോൾ എന്താണ് റൗലറ്റ് നിയമം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് റൗലറ്റ് നിയമം? 1919 മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ ഔദ്യോഗികമായി കൊണ്ടുവന്ന ഒരു നിയമമാണ് റൗലറ്റ് നിയമം. ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ഇന്ത്യയിലെ പൗര അവകാശങ്ങൾക്ക് പരിധികൾ കൊണ്ടുവരാനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ച നിയമമായിരുന്നു റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ ഇന്ത്യയിലെ പൗര അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ച നിയമമായിരുന്നു റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഇതുപ്രകാരം ഇന്ത്യയിലെ തീവ്രദേശീയതയുടെ വളർച്ചയെ തടയാമെന്നും തുടർന്ന് പൗര അവകാശ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സുസ്ഥിരമായൊരു ഭരണം നടത്തിക്കളയാമെന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് വെറുതെ ചിന്തിച്ച കാലം. അന്ന് റൗലറ്റ് നിയമം കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായി. 1919 ഏപ്രിൽ മാസത്തിൽ റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനാചരണം നടത്താനായി ഗാന്ധി ആഹ്വാനം വരെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ നിയമം? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാരന് അനുമതി കൊടുക്കുന്ന നിയമം. എത്ര കാലം വേണമെങ്കിലും അനിശ്ചിതകാലം കരിങ്കൽ തടങ്കലിൽ ഈ വ്യക്തിയെ സൂക്ഷിക്കാനുള്ള അവകാശം. പ്രത്യേക കോടതികളിൽ ഈ മനുഷ്യരെ വിചാരണ ചെയ്യാനുള്ള അവകാശം. കോടതി വിധി എന്തു തന്നെയായാലും അതിൽ അപ്പീൽ കൊടുത്താൽ അത് നിഷേധിക്കാനുള്ള അവകാശം. അങ്ങനെ പൂർണ്ണമായും ഇന്ത്യൻ ജനതയെ കൂട്ടിക്കെട്ടാനുള്ള ബ്രിട്ടീഷ് തന്ത്രങ്ങളിൽ മെനഞ്ഞൊരു നിയമമായിരുന്നു റൗലറ്റ് നിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, അനിശ്ചിതകാലം കരിങ്കൽ തടവിലിൽ വയ്ക്കാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെയുള്ള അപ്പീലുകൾ നിഷേധിക്കാം. ഈ വിധത്തിൽ ഇന്ത്യൻ ജനതയുടെ പൗര അവകാശങ്ങളെയും ധാർമ്മികതകളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കരിമ്പൂട്ടിൽ ഇന്ത്യൻ ജനതയെ ചവിട്ടി അമയ്ക്കാമെന്നുള്ള ബ്രിട്ടീഷുകാരൻ്റെ ദുർബുദ്ധിയിൽ ജനിച്ചൊരു നിയമം റൗലറ്റ് നിയമം. ഈ നിയമം രൂപീകരിച്ചത് സർ സിഡ്നി റൗലറ്റ് ആയിരുന്നതുകൊണ്ടാണ് ഈ നിയമത്തെ നമ്മൾ റൗലറ്റ് നിയമം എന്ന് വിളിച്ചത്. ശരിക്കും ഈ നിയമത്തിൻ്റെ പേര് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നായിരുന്നു. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നായിരുന്നു ഈ നിയമത്തിൻ്റെ യഥാർത്ഥമായ പേര്. അങ്ങനെ റൗലറ്റ് നിയമത്തിന് എതിരെ ഇന്ത്യയിൽ വ്യാപകമായ ഉണ്ടായ സമയത്ത് പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് സത്യപാലും സൈഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്ന രണ്ട് നേതാക്കന്മാരായിരുന്നു. സത്യപാലും സൈഫുദ്ദീൻ കിച്ലു. സത്യപാലിൻ്റെയും സൈഫുദ്ദീൻ കിച്ലുവിൻ്റെയും അറസ്റ്റിൽ പ്രതിഷേധിക്കാനായി പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ ജനങ്ങൾ എത്തുകൂടി. അന്ന് പഞ്ചാബിൽ പോലീസ് ആക്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ബ്രിട്ടൻ അവകാശവാദം ഉന്നയിച്ചു. പോലീസ് ആക്ട് പ്രഖ്യാപിച്ചെടുത്ത് ജനങ്ങൾ ഒത്തുകൂടാനോ പ്രതിഷേധ യോഗങ്ങൾ കൂടാനോ പാടില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ ജനങ്ങൾ ഒത്തുകൂടിയത്. മൈതാനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടിലാണ്.
3 വശവും കെട്ടിടങ്ങളാൽ മൂടപ്പെട്ട ജാലിയൻ വാലാബാഗ് മൈതാനം. അന്ന് പഞ്ചാബിൻ്റെ ഗവർണറായിരുന്നത് മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. മൈക്കിൾ ഒ ഡയർ പെട്ടെന്ന് തന്നെ ഒരു വിവരം അറിയുന്നു. അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന റെജിനാൾഡ് ഡയർ വിളിച്ചു പറയുന്നു, പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ റൗലറ്റ് നിയമത്തിനെതിരെയും സത്യപാൽ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടും ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നു. ഇത് പോലീസ് ആക്ടിൻ്റെ ലംഘനമല്ലേ? മൈക്കിൾ ഒ ഡയർ ഉത്തരവ് കൊടുത്തു. പോലീസ് ആക്ട് ലംഘിക്കുന്നവരെ ഉറപ്പായും രാജ്യദ്രോഹികളായി തന്നെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ മൈക്കിൾ ഒ ഡയറിൻ്റെ ഉത്തരവ് വാങ്ങിക്കൊണ്ട് റെജിനാൾഡ് ഡയർ സംഘവും നേരെ ജാലിയൻ വാലാബാഗിലേക്ക് കുതിക്കുന്നു. 1919 ഏപ്രിൽ 13. 3 വശവും കെട്ടിടങ്ങളാൽ മൂടപ്പെട്ട ജാലിയൻ വാലാബാഗ് മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് വളരെ സമാധാനപരമായി കൂടുന്ന ഒരു യോഗം. സത്യപാൽ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ വെറുതെ വിടണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഈ വിഷയത്തിന് നേരെ ബ്രിട്ടൻ ഉത്തരം പറഞ്ഞത് തോക്കുകൊണ്ടായിരുന്നു. റെജിനാൾഡ് ഡയറും സംഘവും ഒരേ ഒരു പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിർത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ നീണ്ട 10 മിനിറ്റ് നേരം വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കുന്നു. ജീവനും വേണ്ടി പ്രാണനു വേണ്ടി മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടി. പക്ഷേ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വാതിലിൽ ബ്രിട്ടീഷ് പട്ടാളം നിൽക്കുകയാണ്. ക്രൂരമായ വെടിവെപ്പ്. അങ്ങനെ നീണ്ട 10 മിനിറ്റ് നേരത്തെ വെടിവെപ്പിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നിരമ്പരിശായി എന്ന് ഉറപ്പുവരുത്തിയ ബ്രിട്ടീഷ് പട്ടാളം അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു. റെജിനാൾഡ് ഡയറും സംഘവും മടങ്ങിപ്പോകുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം 379 പേർ മരിച്ചു എന്ന് പറയുന്നെങ്കിലും മരണസംഖ്യ ഇരട്ടിയിലധികമുണ്ട് എന്ന് ദേശീയവാദികൾ ഇന്നും പറയുന്നു. എന്തുതന്നെയായാലും ഈ ജാലിയൻ വാലാബാഗ് മൈതാനത്തിൻ്റെ ഒരു കോലായിൽ ഒരു കിണറുണ്ടായിരുന്നു. അന്നത്തെ വെടിവയ്പ്പിന് ശേഷം ആ കിണർ മുഴുവൻ നിറഞ്ഞും ജഡങ്ങളാൽ മൂടപ്പെട്ടുവരുന്നു. അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം. 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇതായിരുന്നു. അങ്ങനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിൽ സമയത്ത് അവിടെ സ്ഥിരമായി ഒത്തുകൂടിയിരുന്ന ഒരു സംഘം യുവാക്കളുണ്ടായിരുന്നു. ആ യുവാക്കളുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗും കൂട്ടരും തങ്ങൾ സ്ഥിരമായി കളിസ്ഥലമായിട്ടുണ്ടായിരുന്ന, തങ്ങൾ സ്ഥിരമായിട്ട് സൗഹൃദങ്ങൾ പങ്കുവച്ചിരുന്ന ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ വെച്ച് വലിയൊരു കൊലപാതക ശ്രമം നടന്നിരിക്കുന്നു, ഒരു വെടിവെപ്പ് ശ്രമം നടന്നിരിക്കുന്നു എന്ന് വാർത്ത കേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അവർ കണ്ടത് ദാരുണമായ കാഴ്ചയാണ്. മൈതാനത്തിൽ ആരും തന്നെ അവശേഷിച്ചിട്ടില്ല. രക്തക്കളങ്ങളാൽ മൂടപ്പെട്ട ജാലിയൻ വാലാബാഗ് മൈതാനം. ആ ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ അവിടെ ആരൊക്കെങ്കിലും ജീവനുകൾക്ക് അവശേഷിപ്പുകളുണ്ടോ എന്നറിയാൻ അവർ ഉറക്കെ വിളിച്ചു ചോദിക്കുകയായിരുന്നു. ജീവൻ അവശേഷിച്ചു എന്ന് തോന്നിയവരെയൊക്കെ അന്ന് ഉദ്ധം സിംഗും കൂട്ടരും ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. ഒടുവിൽ ഇതേ ഉദ്ധം സിംഗ് അതിന് മറുപടി പറഞ്ഞു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ അങ്ങ് ലണ്ടനിൽ ചെന്ന് വെടിവെച്ച് കൊന്നുകൊണ്ട് ഉദ്ധം സിംഗ് അതിന് മറുപടി പറയുകയുണ്ടായി. അങ്ങനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ 1919 റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്കെതിരെ നടന്ന സുപ്രധാനമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കഥ പറഞ്ഞതാ, പക്ഷെ ഇതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 1919 ഏപ്രിൽ 13 നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ? ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാ: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടന്നു. എന്തൊക്കെ പറയാം? താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർപ്പ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ശരി. 1907 രാഷ്ട്രബിഹാരി ഘോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിൽ മിതവാദികളെന്നും തീവ്രവാദികളെന്നും പ്രവർത്തകർ രണ്ടായി പിളർന്നു. ശരി. 1934 അല്ല, 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യവും ഒരേ ഒരു തവണയും INC പ്രസിഡന്റായത്. സോ ഇത് തെറ്റാണ്.
ഇനി നോക്കിയേ, 1929 ഇന്റർനാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനം, 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിക്കുന്നത്. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആദ്യമായി INC പ്രസിഡന്റ് ആവുന്നതും 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. സോ താഴെ പറയുന്നവയിൽ ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡി എന്ന് തന്നെയാണ്. ശരിയായ ജോഡി 1ഉം 2ഉം 4ഉമാണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മിക്സഡ് ടോപ്പിക്കിൽ നിന്നും വരാറുണ്ട്. ഓർത്തു വെക്കുക, നന്നായി ആലോചിച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. എന്തൊക്കെയുണ്ട്? താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. പറയാമോ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ നോക്കൂ, 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായെങ്കിലും പിൻവലിക്കപ്പെട്ടത്. സോ ഇത് ശരിയാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കുമെന്നൊരു പോയിന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും തന്നെ നടന്നിട്ടില്ല. കാര്യം 1930-നും 32-നും ഇടയിൽ നടന്ന വട്ടമേശ സമ്മേളനാനന്തരമാണ് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തായാലും അല്ല. അടുത്തത് 3, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്നുള്ളൊരു പോയിന്റാണ്. തീർച്ചയായിട്ടും അതൊരു പ്രധാനവുമായൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റുമാണ് ഇത്. അതായത് ഇവിടെ ബന്ധമില്ലാത്തത് എന്ന് പറഞ്ഞാൽ 2 മാത്രമേ ഇതിൽ ബന്ധമില്ലാത്തതായിട്ടുള്ളൂ. ഇതിലെന്താണ് നമ്മൾ PSC എന്താണ് നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് SCRT ചോദ്യം കേട്ടോ. ഇത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം 1930 ഗാന്ധിയുടെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അല്ലേ, നിയമലംഘന പ്രസ്ഥാനം ഗാന്ധി ആരംഭിക്കുന്നത് 1930 നിയമലംഘന പ്രസ്ഥാനം ഗാന്ധി ആരംഭിക്കുന്നത് 1930. ഗാന്ധിക്ക് ഈ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ അനുമതി കൊടുത്തത് 1929 ലാഹോർ സമ്മേളനമായിരുന്നു. 1929 ലാഹോർ സമ്മേളനമായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം കൊടുത്ത INC സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം ആദ്യമായി INC പ്രസിഡന്റായി വരുന്നത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഇവിടെ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാകപ്പെട്ടത്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാകപ്പെട്ടതും ഇവിടെ വെച്ചാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇതേ ലാഹോർ സമ്മേളനമാണ് നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരവും കൊടുത്തത്. ഇതേ ലാഹോർ സമ്മേളനമാണ് നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം കൊടുത്തത്. അങ്ങനെ ഗാന്ധിയുടെ രണ്ടാമത്തെ ദേശീയതല പ്രക്ഷോഭമായിരുന്നു നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഗാന്ധിയുടെ രണ്ടാമത്തെ ദേശീയതല പ്രക്ഷോഭമായിരുന്നു ഇത് നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളുണ്ട്. ഓക്കെ, മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ആ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം SCRTയിൽ അത് എടുത്തു പറയുന്നുണ്ട് പല ചോദ്യങ്ങളിലും. ഞാൻ ഒരേ ടോപ്പിക്കിൽ നിന്ന് കുറേ വട്ടം ചോദ്യം വന്നിട്ടുണ്ട്, പലതും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കാര്യം ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നാമതായി ഗാന്ധി പറഞ്ഞത് ഉപ്പ് നികുതി കളയണമെന്നാണ്. ഉപ്പ് നികുതി നീക്കം ചെയ്യണമെന്നതായിരുന്നു. 2, കർഷകർക്ക് 50% നികുതി ഇളവ് നൽകണമെന്നാണ്. പിന്നെ ഗാന്ധി പറഞ്ഞത്
ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടണമെന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്നാണ്. സമ്പൂർണമായ മദ്യനിരോധനം കൊണ്ടുവരണമെന്നാണ്. ഇങ്ങനെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ അന്നത് ബ്രിട്ടൻ കേൾക്കുന്നില്ല. എന്നാൽ ഇൻ ദ സെയിം ടൈം 1930-നും 1932-നും ഇടയ്ക്ക് ഇന്ത്യൻ വക്താക്കളെ ലണ്ടനിലേക്ക് ക്ഷണിച്ച് അവിടെ വെച്ചൊരു കൂടിയാലോചനയ്ക്കായി ബ്രിട്ടൻ ക്ഷണിച്ചു. ആദ്യമായി ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു പ്രധാന വേദിയായിരുന്നു 1930-32 കാലയളവിൽ ഉണ്ടായിരുന്ന വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 1930-32 സമയങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനും ഇന്ത്യയിൽ മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാര പ്രകാരം അവതരിപ്പിച്ച ദ്വിഭരണ വ്യവസ്ഥയ്ക്ക് പകരമായി പുതിയ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനുമായിട്ട് ഇന്ത്യൻ വക്താക്കളെ വിളിച്ചുകൊണ്ട് ലണ്ടനിൽ വട്ടമേശ സമ്മേളന വേദി ബ്രിട്ടൻ ഒരുക്കി. അങ്ങനെ പ്രധാനമായും 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. 1-ാം വട്ടമേശ സമ്മേളനം, 2-ാം വട്ടമേശ സമ്മേളനം, 3-ാം വട്ടമേശ സമ്മേളനം. ഇതിൽ ഗാന്ധിജിയും അതേപോലെ തന്നെ INCയും പങ്കെടുത്തത് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ്. അതിന് കാരണമായ ഉടമ്പടിയായിരുന്നു 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇതിനെ നമ്മൾ ഡൽഹി പാക്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഡൽഹി പാക്ട് എന്നൊക്കെ അറിയപ്പെടുന്ന നിയമമാണേത്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധി INCയിൽ. കാര്യം ഗാന്ധി മുന്നോട്ട് വെച്ച ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും ബ്രിട്ടൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ തൂക്കിക്കൊല ഒഴിച്ച് ബാക്കിയുള്ള തടവുകാരുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് ഇർവിൻ വാക്കു കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് കാരണമാകുന്നത് ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി തന്നെയാണ്. അങ്ങനെ 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പോയ ഗാന്ധി വട്ടമേശ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യക്കൊരു ഡൊമീനിയൻ പദവി വേണമെന്ന ആവശ്യം പറയുകയുണ്ടായി. എന്നാൽ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. തുടർന്ന് ഗാന്ധി അത് വിട്ടുവരികയും വീണ്ടും നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഗാന്ധിയെ പിടിച്ച് യർവാദ ജയിലിലിടുകയാണ്. ജയിലിലിട്ടു. അങ്ങനെ പിന്നീട് അദ്ദേഹം യർവാദ ജയിലിൽ കിടക്കുകയാണ്. 2-ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ഇന്ത്യയിൽ തിരികെ എത്തിയ ഗാന്ധി നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയും തുടർന്ന് ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് യർവാദ ജയിലിൽ പാർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് 1932 3-ാം വട്ടമേശ സമ്മേളനത്തിന് മുന്നോടിയായി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം ബ്രിട്ടൻ നടത്തുന്നത്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് അന്നത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡാണ്. എന്താ പറഞ്ഞേ? ക്രിസ്ത്യൻ, ആംഗ്ലോ ഇന്ത്യൻസ് തുടങ്ങിയ മതവിഭാഗങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ ഈ സമയത്ത് യർവാദ ജയിലിൽ കിടന്ന ഗാന്ധി ഉപവാസ സമരം ആരംഭിച്ചു. പ്രത്യേക നിയോജക മണ്ഡലം എന്നത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ ഒരു പ്രത്യേക വിഭാഗമായി എന്നും നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധി വിഷയമുണ്ടാക്കി. തുടർന്നിട്ടാണ് 1932 സെപ്റ്റംബർ 24 അംബേദ്കറും ഗാന്ധിയും തമ്മിൽ പൂനെ ഉടമ്പടിക്ക് കാരണമാകുന്നതും ഈ കമ്മ്യൂണൽ അവാർഡാണ്. 1932 സെപ്റ്റംബർ 24 പൂനെ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്ലാസ്സിലായിരുന്നു നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ കഥയായിട്ടൊക്കെ പറയുന്നൊരു പോയിന്റാണിത്, അല്ലേ? അപ്പോൾ ഇതായിരുന്നു അതിനകത്തെ വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ്, കുറേ കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഇതിൽ പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് 3 വട്ടമേശ സമ്മേളനങ്ങളുടെയും തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ധവളപത്രത്തെ അടിസ്ഥാനമാക്കി പിന്നീടൊരു ഭരണപരിഷ്കാരം വരുന്നത് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിലൊരു
ഫെഡറൽ മാതൃകാ ഭരണകൂടം, ഒരു ഫെഡറൽ മാതൃകാ ഭരണകൂടം ഇന്ത്യയിൽ പിന്നീട് വരുന്നത് 1919 മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാര പ്രകാരം കൊണ്ടുവന്ന ദ്വിഭരണ വ്യവസ്ഥ മാറ്റിക്കൊണ്ട് കേന്ദ്രത്തിൽ ദ്വിഭരണ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരമായിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാര പ്രകാരം പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നുവെങ്കിൽ 1935 പിന്നീട് വരുന്ന ഭരണപരിഷ്കാരത്തിൽ കേന്ദ്രത്തിൽ ദ്വിഭരണ വ്യവസ്ഥയോടക്കം ഫെഡറൽ മാതൃകാ ഭരണകൂടം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതും ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും അധികം വിധേയത്വപ്പെട്ട് കിടക്കുന്നതുമായിട്ടുള്ള ഒരു ഭരണപരിഷ്കാരമായിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതാണ്ട് 1.25 മണിക്കൂറോളം നമ്മളിങ്ങനെ ചോദ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുറേ ഒന്നും എക്സ്പ്ലനേഷൻ തരാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്താൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ്. അതുപോലെ പുതിയ ബാച്ചുകളുടെ കാര്യമൊക്കെ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. LDC 2027 ബാച്ച് വരുന്നുണ്ട്. 1999 രൂപയ്ക്ക് നമ്മുടെ 2027 അടുത്ത റാങ്ക് ഹോൾഡർ നിങ്ങൾക്ക് ആവാൻ പറ്റുന്ന അവസരമാണ്. അതുപോലെ വേരിയസ് LGSൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ പുതിയ ബാച്ചുണ്ട്. 1699 രൂപയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഫീസ്. അതുപോലെ ഡിഗ്രി പ്രിലിംസ്, നമ്മുടെ ഫൗണ്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ച് അടുത്ത ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് ഉള്ള ബാച്ചാണ്. ഡിഗ്രി പ്രിലിംസ് ബാച്ച് ഉണ്ട്. 2999 രൂപയാണ്. കാലാവധി 1 വർഷം അല്ലെങ്കിൽ പരീക്ഷ വരെ നിങ്ങൾക്ക് ഈ ബാച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഡിഗ്രി മെയിൻസ് ബാച്ചും ഇതുപോലെ തന്നെയാണ്. നമുക്ക് വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്കൊരു ബാച്ച് റൺ ആവുന്നുണ്ട്. അതുപോലെ LP UP ബാച്ചും 2027 ബാച്ചും നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എൻക്വയറികൾക്കായിട്ട് നിങ്ങൾ നമ്മുടെ ബോർഡ് നമ്പറിലോ താഴെ കാണുന്ന ലിങ്കിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. സ്ത്രീകൾക്കെതിരായ വിവേചനമല്ല, വിവേചനം, കേട്ടോ, അവർക്ക് അക്ഷരം തെറ്റിപ്പോയതാണ്. വിവേചനം അവസാനിപ്പിക്കുക. സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. നോക്കിയേ, ഇതിൽ എന്തൊക്കെ പ്രസ്താവനയുണ്ട്. ഞാൻ അഘോരാത്രം കുറേ വട്ടം നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന നമ്മുടെ ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയും ഏതൊക്കെ മേഖലകളിലായിരുന്നു അവരുടെ പ്രവർത്തനം എന്നുള്ളത് ഒരുപാട് തവണ നമ്മുടെ മുൻപേ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളിൽ ഞാൻ പറഞ്ഞ ചോദ്യമാണ്. എന്തൊക്കെയുണ്ട് ഇതിൽ? ജാതി വ്യവസ്ഥാ നിർമ്മാർജ്ജനം എന്നത് ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നതല്ലേ? ആണ്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക ഉണ്ടല്ലോ. സതി നിരോധനം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ ഈ സംഘടന വ്യക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ട്. സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക ഒബ്വിയസ്ലി ഉണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നൊരു സാധനം ഞാൻ പറഞ്ഞു തന്നു? ഇല്ല, അതില്ല. അടുത്തത്, ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു എന്ന് അങ്ങനെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ 1, 2, 3 ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് പടപടയെ പറയാൻ പറ്റും. കാര്യം നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1, 2, 3 ഈ ബ്രഹ്മസമാജത്തെ പറ്റി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 പോയിന്റുകളാണ് കേട്ടോ, ബ്രഹ്മസമാജത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, അടുത്ത ചോദ്യം നോക്കൂ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി അഥവാ ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് അല്ലെ. അപ്പോൾ ഇന്ത്യയിലെ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ വളരെ ഫേമസ് ആയിട്ട് കേൾക്കുന്നത് അല്ലെ. ഇന്ത്യയുടെ നിയമലംഘന പ്രസ്ഥാനം, അതായത് ഇന്ത്യയുടെ നിയമലംഘന പ്രസ്ഥാനം നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളുടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ
ഈ ഇന്ത്യയിൽ ഇത് നമ്മുടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ ആണെങ്കിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പു സത്യാഗ്രഹമൊക്കെ നടന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഗുജറാത്തിൽ നേതൃത്വം നൽകുന്നത്, ഗുജറാത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ദണ്ഡി മാർച്ച് അല്ലേ. ദണ്ഡി മാർച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ദണ്ഡി മാർച്ച് ഉണ്ടായത് അല്ലേ, ഗാന്ധി. പിന്നീട് ഇവിടെ നടക്കുന്ന ഒന്നായിരുന്നു ധരാസന ഉപ്പ് ഫാക്ടറി ഉപരോധം. ധരാസന ഉപ്പ് ഫാക്ടറി ഉപരോധവും നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവുമായിരുന്നു. ഓക്കെ, സരോജിനി നായിഡുവുമായിരുന്നു. അതുപോലെ നോക്കിയേ, ഇങ്ങ് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ കേരളം അല്ലെങ്കിൽ മലബാർ, ഇവിടെ നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു അല്ലേ. കെ കേളപ്പൻ, അദ്ദേഹത്തെ നമ്മൾ കേരള ഗാന്ധി എന്നായിരുന്നു വിളിച്ചത്. കെ കേളപ്പനെ നമ്മൾ കേരള ഗാന്ധി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കെ കേളപ്പനെ നമ്മൾ കേരള ഗാന്ധി. നമ്മുടെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് നമ്മുടെ കെ കേളപ്പജി ആയിരുന്നു. ഇനി നമ്മൾ നേരെ ഇപ്പുറത്ത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ, തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരി ആയിരുന്നു. സി രാജഗോപാലാചാരി ആയിരുന്നു ഇവിടെ നേതൃത്വം നൽകിയത്. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് വേദാരണ്യം ഗാന്ധി എന്നായിരുന്നു ഇദ്ദേഹത്തെ വിളിക്കുന്നത്. തിരുച്ചിറാപ്പള്ളി മുതൽ വേദാരണ്യം വരെ സമരജാഥ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ നമ്മൾ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒറീസയിൽ നേതൃത്വം നൽകിയ ആളാണ് ഗോപബന്ധു ചൗധരി അല്ലെ. ഗോപബന്ധു ചൗധരി ഉണ്ട്. ഓക്കെ. അതുപോലെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആരെ കാണാറുള്ളത്? ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ഓക്കെ, ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ ഇവിടെയാണ് കാണുന്നത്. ഇദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? അതിർത്തി ഗാന്ധി. ഓക്കെ, ഇന്ത്യയുടെ പരമോന്നത ബഹുമതി നേടിയ ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ഓക്കെ, ഭാരതരത്ന നേടുന്ന ആദ്യത്തെ വിദേശി, ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നേടിയ ആദ്യ വിദേശി എന്ന നിലയിലാണ് നമ്മൾ ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ നിയമലംഘന പ്രസ്ഥാന കാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ജനതയെ സംഘടിപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയായിരുന്നു ഖുദായി ഖുദ് മാത്കാർ എന്ന സംഘടന. ഇതിലെ അംഗങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം ചുവപ്പായിരുന്നാൽ ഇവരെ ചുവന്ന കുപ്പായക്കാർ എന്ന് വിളിച്ചിരുന്നു. ഓക്കെ, ഇവരെ നമ്മൾ ചുവന്ന കുപ്പായക്കാർ എന്ന് വിളിച്ചിരുന്നു. ഇനി നമുക്ക് വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് പോകാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലാകുമ്പോഴോ ഇവിടെ റാണി ഗൈഡിലിയു ആണ് വരുന്നത്. ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിളിച്ച ആളാണ് ആര്? ഗൈഡിലിയു. തൻ്റെ 13ാമത്തെ വയസ്സിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു ആര്? റാണി ഗൈഡിലിയു എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് പറയാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്, പക്ഷേ നമുക്ക് സമയപരിമിതികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നന്നായി പഠിക്കുക, നിങ്ങൾ ജയിക്കും. പിന്നെ ഇനിയും പഠനം നിർത്താതിരിക്കുക, നല്ല പഠനങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കാത്തിരിക്കുന്ന നല്ല ജോലികൾ ഇനിയും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പഠനം തുടരുക. നിലവിലെ പരീക്ഷ എഴുതി എങ്ങനായാലും ജോലിയിൽ കയറാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ നന്നായി എഴുതൂ, നന്നായി വിജയിക്കൂ. എന്നാൽ പറ്റുന്ന വിധത്തിൽ പരമാവധി ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ബൈ ബൈ പറയുന്നു. താങ്ക് യു, ബൈ.